ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ വിശുദ്ധ പകലിൽ ഈ സഭയുമായി ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും നിങ്ങളുടെ മധ്യത്തിൽ യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും വിശേഷിച്ച് ദൈവവചനത്തിലൂടെ നിങ്ങളെ ശുശ്രൂഷിപ്പാനും കർത്താവ് തരുന്ന അവസരങ്ങൾക്കും നിയോഗങ്ങൾക്കും മുഖാന്തരങ്ങൾക്കുമായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട യോഗം ഇന്ന് പകൽ വളരെ ആത്മനിയോഗത്തോടെ പ്രസൈഡ് ചെയ്യുന്ന പാസ്റ്റർ മോബി തോമസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, എനിക്ക് മുൻപായി ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് ആത്മീക ആരാധനകൾക്ക് ശക്തമായ നേതൃത്വം കൊടുത്ത ചർച്ചിൻ്റെ വർഷിപ്പ് ടീം, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഒപ്പം മീഡിയ പ്ലാറ്റ്ഫോമിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ സന്ദേശം കേൾക്കാൻ സാധ്യതയുള്ള അനുഗ്രഹീതരായ ദൈവമക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും ധന്യനാകുന്ന യേശുവിൻ നാമത്തിൽ സ്നേഹത്തോടെ എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇവിടെ വരുവാനും ഇപ്രകാരം നിങ്ങളുമായി ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും ദൈവം തരുന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. മുഖവരകളൊന്നും പറയുന്നില്ല. ഇത് എനിക്കായി നിയോഗിക്കപ്പെട്ട പ്രഥമ സെഷനായതുകൊണ്ട് കർത്താവ് എന്നെ ഏൽപ്പിച്ചൊരു ദൂത് ദൈവ വചനത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്കിട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. അതിനാധാരമായി യെഹെസ്കേൽ പ്രവചനം 12-ാം അധ്യായം 23-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എസെക്കിയേൽ 12:23. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, യെസ്, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ ഇസ്രയേലിൽ ഇനി അത് ഒരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. കാലവും സകല ദർശനത്തിന്റെ നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കാം. മതി. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് ചേർത്തടയ്ക്കാം. ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ ഇസ്രയേലിൽ ഇനി അതൊരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. ഈ പ്രവചന ശബ്ദം നമ്മുടെ ചർച്ചിൻ്റെ നടുവിൽ ശക്തമായി വെളിപ്പെട്ട് വരേണ്ടതിനായി പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച്, ഈ സാഗേത് പ്രാദേശിക സഭയുടെ 4 ചുവരുകളുടെ അകത്ത് ഈ വചനത്തിൻ്റെ ശക്തി പുസ്തകം വിട്ട് പുറത്തു വരേണ്ടതിനായി, പുസ്തകം വിട്ട് ഈ തിരുവെഴുത്തുകൾ, എസെക്കിയേൽ 12-ാം അധ്യായത്തിൻ്റെ 23-ാം വചനം, വിശുദ്ധ വേദപുസ്തകം അതിൻ്റെ പേപ്പർ വിട്ട് നമുക്ക് വേണ്ടി പുറത്തു വരേണ്ടതിനായി ലോഗോസ് റേമയാകുന്ന ഒരാത്മമണ്ഡലത്തെ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തുറക്കേണ്ടതിനായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ വായി തുറന്ന് നാവുകൾ ചലിപ്പിച്ച് റബി സൻഹറോബോറ്റിയ അന്യഭാഷ അടയാളത്തോടെ ദൈവത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. ലെബ്രോകോസി മെഹൻസറ്റിയ റംധി ലബ്രഹഷിയാധരാനാഥി. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ഇന്നത് എന്ന് രുചിച്ചറിയത്തക്ക നിലവാരത്തിൽ ആ ദൈവശക്തിയുടെ വ്യാപാരത്തെ കുഞ്ഞുങ്ങൾ മുതൽ ആബാലവൃദ്ധം സകല വ്യക്തികളുടെ മേലും ആ ദൈവശക്തിയുടെ വ്യാപാരം ശക്തിയോടെ വെളിപ്പെട്ട് വരേണ്ടതിനായി ആരാധിക്കുന്നവരുടെ മേൽ അതൊരു പുത്തൻ അഭിഷേകമായി, മഹത്വപ്പെടുത്തുന്നവരുടെ മേൽ അതൊരു പുതിയ നിയോഗമായി, ഡൽഹി പട്ടണത്തിൽ ഇതുവരെ വെളിപ്പെടാത്ത ദൈവമഹത്വത്തെ ചലിപ്പിക്കേണ്ടതിനായി അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യോവേൽ പ്രവചിച്ചത് ഈ ഓഗസ്റ്റ് 15 ഈ പ്രഭാതത്തിൽ നമ്മുടെ നടുവിൽ അത്ഭുതകരമായി വെളിപ്പെട്ട് വരട്ടെ. ഈ ആരാധന ചിലരുടെ അത്ഭുതത്തിന്റെ ആരാധനയാകുന്നു. ഈ ആരാധന ചിലരുടെ സൗഖ്യങ്ങളുടെ ആരാധനയാകട്ടെ.
ഈ ആരാധന ചിലരുടെ വിടുതലുകൾ ശക്തമായി തുറന്നു വരുന്ന ആരാധനയാകട്ടെ. പരിധികൾ പൊട്ടുന്ന ആരാധന, പരിമിതികൾ പൊട്ടുന്ന ആരാധന. പിതാവേ, ഈ ജനത്തിനു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എനിക്ക് നൽകി തന്ന അഭിഷേകത്തിലും അധികാരത്തിലും അവിടുത്തെ പുത്രനും അഭിഷക്തനും അവിടുത്തെ പകരക്കാരനുമായി ഞാൻ ഈ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ ഈ യോഗത്തിൻ്റെ മുഴുവൻ നിയോഗങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുക്കണം. കേവലം ഒരു പ്രസംഗമല്ല. ഓ ലോർഡ്, ഈ സഭയെ അങ്ങ് അനുവദിക്കുന്ന ഒരു ആത്മതലത്തിലേക്ക് നയിക്കുവാൻ ഏതൊക്കെ ദൂതുകൾ, അത് എങ്ങനെയൊക്കെ പൊരുൾ തിരിഞ്ഞു വരണമോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ അത് തുറക്കാൻ പോകുന്നതിനായി ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ പട്ടണത്തിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച അഭിഷക്തനായി സ്തോത്രം. ഈ പട്ടണത്തെ പിടിക്കുവാൻ ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്കായി സ്തോത്രം. ഓ ലോർഡ്, ദൈവം ഇവരെക്കുറിച്ച് കണ്ടിരിക്കുന്ന ദൈവീക പദ്ധതികളിലേക്ക് ഇന്ന് പകൽ ആത്മാവ് ഇവരെ നയിക്കുന്നതിനായി നന്ദി. ഓ, ഇന്നിതിനകത്ത് കൃപാവരങ്ങൾ ജ്വലിക്കുമല്ലോ. ഇന്നിതിനകത്ത് വലിയ കൃപാവരങ്ങൾ ജ്വലിക്കുമല്ലോ. പരസ്പരം പ്രവചിക്കുന്ന അസാധാരണമാകുന്ന പ്രൊഫറ്റിക് റലം ഇവിടെ ഓപ്പൺ ആകുന്നതിന് സ്തോത്രം. രാജ്യത്തിന് വേണ്ടുന്ന ദൂതുമായി ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ചിലരെ എഴുന്നേൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു. ഓ സ്തോത്രം കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷകളുടെ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുക്കണം. എൻ്റെ അറിവോ പഠനമോ ഒന്നുമല്ല ഇവിടെ വെളിപ്പെടേണ്ടത്. കർത്താവ് എല്ലാം നന്നായി ചെയ്യും. പ്രാർത്ഥന കേട്ട് ദൈവം ഞങ്ങളെ ആദരിച്ചതിന് നന്ദി. എല്ലാ മഹത്വം അങ്ങേക്ക്. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ചേർന്ന് കരമുയർത്തി ദൈവത്തിൻ്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ഇന്ന് പകലിൽ അടുത്ത മണിക്കൂറുകളിൽ ഈ വചനം നാം ധ്യാനിക്കുമ്പോൾ എനിക്കായി ദൈവം നിയോഗിച്ച ഈ പ്രഥമ സെഷനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുന്ന ദൂത്, ചില പഴഞ്ചൊല്ലുകളെ ദൈവം നിർത്തലാക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ ഈ വാചകം നിങ്ങൾ എഴുതണം. സർവശക്തനാകുന്ന ദൈവം ഇറങ്ങി വന്ന് ചില ചൊല്ലുകളെ, ചില പഴഞ്ചൊല്ലുകളെ നിർത്തലാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നമുക്ക് തിരിയാം. എനിക്കിന്ന് ഒത്തിരി നിയോഗമുള്ളത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ബോധ്യമാകും വണ്ണം ഈ വചനത്തെ കൈമാറണം. കേവലം ഇതൊരു പ്രസംഗമല്ല. എനിക്ക് 5 സെഷൻസ് ഉള്ളത് കൊണ്ട് ഞാൻ പ്രസംഗങ്ങളെല്ലാം റെഡിയാക്കിയാണ് വന്നത്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ രാജ്യം ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണല്ലോ. ആ പദത്തോടൊക്കെയുള്ള ബന്ധത്തിൽ ഒരു ദൂത് കൈമാറണമെന്ന മുൻകൂട്ടി നിശ്ചയിച്ച് ആഗ്രഹിച്ച് ഒരുങ്ങി വന്നത്. കഴിഞ്ഞ രാത്രി എനിക്ക് അനുവദിക്കപ്പെട്ട മുറിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ആ മുറിയിൽ, ആ പ്രെയർ റൂമിനകത്ത് ഞാൻ അനുഭവിച്ച ഒരു എൻകൗണ്ടർ, ദൈവം നൽകിയ ഒരു നിയോഗം. ആ നിയോഗത്തിനകത്ത് നിന്നാണ് ഈ ദൂതിനെ കർത്താവ് പകരുന്നത്. നമ്മെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച് ഡൽഹിയുടെ ആത്മമണ്ഡലത്തിൽ ആത്മലോകത്തിനകത്തും പുറത്തുമൊക്കെ പലരും പറഞ്ഞു വെച്ചിരിക്കുന്ന ചില വാക്കുകളെ ദൈവത്തിൻ്റെ ആത്മാവ് ക്യാൻസൽ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. യെഹസ്കേൽ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായിരുന്നു. കെബാർ നദിയുടെ തീരത്ത് പ്രവാസത്തിലിരിക്കുമ്പോൾ യെഹസ്കേലിൻ്റെ മീതെ സ്വർഗം തുറക്കുന്നു. ആ തുറന്ന സ്വർഗത്തിനകത്ത് ദിവ്യ ദർശനങ്ങളെ കാണുന്ന യെഹസ്കേൽ അടുത്തൊരു കാലഘട്ടം ഇസ്രയേലിന് വേണ്ടി ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ്. തകർന്നു കിടക്കുന്നൊരു ജനത്തെ റെസ്റ്റോർ ചെയ്യുവാൻ, ഒരു ഭാഗത്ത് നിന്ന് സാത്താൻ തകർത്തിട്ടിരിക്കുന്നതിനെ മറ്റൊരു ഭാഗത്ത് നിന്ന് അടുക്കി കൂട്ടിയെടുക്കുവാനാണ് യെഹസ്കേലിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചത്. നമുക്കറിയാം, കർത്താവ് നമുക്ക് അനുവദിച്ച് നൽകി തന്ന വിശുദ്ധ വേദഗ്രന്ഥം, ഇതിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം ധ്യാനിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ നയിക്കുവാൻ കാലാകാലങ്ങളിൽ വ്യത്യസ്ത നിലകളിൽ അഭിഷേകവും നിയോഗവുമുള്ളവരെ എഴുന്നേൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. 430 വർഷം മിസ്രൈമിൽ അടിമകളായി കിടന്ന ഇസ്രായേൽ ജനത്തെ വിടുവിപ്പാൻ ആദ്യം ദൈവം മോശെ എന്ന അഭിഷക്തനെ എഴുന്നേൽപ്പിക്കുന്നു. എന്നാൽ മോശയ്ക്ക് അനന്തരമായി നൂൻ്റെ മകൻ യോശുവയുടെ മേൽ
ആ നിയോഗം കർത്താവ് കൈമാറുകയാണ്. കുറെ കൂടെ കഴിയുമ്പോൾ യോശുവയുടെ മരണശേഷം അടുത്തൊരു 350ഓളം വർഷം ന്യായാധിപന്മാർ ന്യായപാലനം നടത്തി ജനത്തെ നയിക്കുന്നു. ഇതിനിടയിൽ പുരോഹിതന്മാർ എഴുന്നേൽക്കുന്നു. ന്യായാധിപന്മാർക്ക് അനന്തരമായി രാജാക്കന്മാർ രംഗത്ത് വരികയാണ്. ഈ കാലഘട്ടത്തിലൊക്കെ മുൻപിൽ നിന്ന് ജനത്തെ നയിക്കുന്ന രാജാക്കന്മാർക്കും ശുശ്രൂഷകന്മാർക്കും ഒക്കെ പ്രാർത്ഥനകൾ കൊണ്ടും അരുളപ്പാടുകൾ കൊണ്ടും നിയോഗങ്ങൾ കൊണ്ടും അവരെ പിന്താങ്ങുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായിരുന്നു തൻ്റെ പ്രവാചകന്മാർ. ഒരു പ്രവാചകനെ ഒരു പട്ടണത്തിലേക്കോ ഒരു സഭയിലേക്കോ ഒരു കുടുംബത്തിലേക്കോ അല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയോ ദൈവം അയച്ചാൽ ദൈവഹൃദയത്തിനകത്ത മാസ്റ്റർ പ്ലാൻ ഒന്ന്, പാപം ചെയ്യുന്ന ജനത്തിന് അത് ബോധ്യപ്പെടുത്തണം. 2, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ജനത്തെ കുറെ കൂടെ ദൈവത്തോട് അടുപ്പിക്കണം. ഒരു ദൂത് വെളിപ്പെട്ടാൽ, ഒരു ദൂതിലൂടെ ഒരു മഹത്വം ചലിച്ചാൽ ദൈവഹൃദയത്തിലെ പ്രധാന പദ്ധതി അതായിരിക്കും, ജനവും ദൈവവും തമ്മിലുള്ള ബന്ധം കുറെ കൂടെ അടുക്കണം. ജയം. ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയ്ക്കകത്ത് തുടർമാനമായി യോഗങ്ങൾ നടക്കുമ്പോൾ, പല അഭിഷക്തന്മാർ പല നിലകളിൽ നമ്മെ ശുശ്രൂഷിക്കുമ്പോൾ, ഞാൻ ഹൃദയം കൊണ്ട് ഒത്തിരി ആഗ്രഹിക്കുകയാണ്, നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം കുറെ കൂടെ അടുക്കുവാൻ ഈ ശുശ്രൂഷകൾ കാരണമായി തീരട്ടെ. നിത്യതയിൽ നമ്മളെ ഉറപ്പിക്കുന്ന, അതിനകത്ത് നമ്മുടെ പ്രാഗൽഭ്യത്തെ വർദ്ധിപ്പിക്കുന്ന ശക്തമേറിയ ആത്മനിയോഗങ്ങൾ സഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. നോക്കുക, ഇങ്ങനെ പ്രവാചകന്മാർക്ക് വേണ്ടി ദൈവം ഒരു കാലഘട്ടം ഒരുക്കി. സ്തോത്രം. മുന്നിൽ നിന്ന് ജനത്തെ നയിക്കുന്ന രാജാക്കന്മാർ പ്രവാചകന്മാരുടെ നിയോഗങ്ങൾ കൊണ്ട് അവർ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കാൻ തുടങ്ങി. സ്തോത്രം. ബൈബിളിൽ നാം പഠിക്കുമ്പോൾ പ്രവാചകന്മാരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ എന്ന ക്രമത്തിൽ ഒരു നീണ്ട നിര. ഇതിനകത്ത് വലിയ പ്രവാചകന്മാരുടെ ലിസ്റ്റിലുള്ള ശക്തനായൊരു പ്രവാചകനായിരുന്നു യഹസ്കേൽ. യഹസ്കേലിൻ്റെ ശുശ്രൂഷകളെ നിങ്ങൾ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നതും ഇദ്ദേഹം ദൈവത്തിൻ്റെ നിയോഗങ്ങളൊക്കെ സ്വീകരിക്കുന്നതൊക്കെ, സ്തോത്രം, പ്രാർത്ഥിക്കാൻ അനുകൂലമായൊരു സാഹചര്യത്തിലല്ല. സ്തോത്രം. അതിൻ്റെ 1-ാം അധ്യായം ഞാൻ വായിപ്പിക്കുന്നില്ല, എടുക്കണ്ട, നമുക്കറിയാവുന്ന ഭാഗമാണ്. കേബാർ നദിയുടെ തീരത്ത് പ്രവാസത്തിലിരിക്കുകയാണ്. ഒരു തലമുറ അടിമനുഖത്തിലേക്ക്, പ്രവാസഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു പുഴവക്കത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ദൈവവുമായി നിയോഗങ്ങൾ കൈമാറുന്ന ഒരു അഭിഷക്തനെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, യഹസ്കേലിനെ ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്നത് ബൂസിയുടെ മകനാകുന്ന യഹസ്കേൽ എന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഞാനത് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ബൂസി തൻ്റെ പിതാവിൻ്റെ പേരാ. ആ വാക്കിൻ്റെ അർത്ഥം നിന്ന എന്ന, മറ്റൊരർത്ഥത്തിൽ അപമാനം. സ്തോത്രം. നോക്കിക്കേ, നിന്ന സഹിച്ച ഒരപ്പൻ്റെ മകൻ. സ്തോത്രം. തൻ്റെ ദേശത്തല്ല നിൽക്കുന്നത്. കഴിഞ്ഞ തലമുറയിലേക്ക് നോക്കിയാൽ ആ പേരിൻ്റെ അർത്ഥം തന്നെ നിന്നയെന്ന, അപമാനമെന്ന. നിന്ന സഹിച്ചൊരു പിതാവിൻ്റെ മകൻ തൻ്റേതല്ലാത്ത ദേശത്ത് ഒരു നദീതീരത്ത് ദൈവവുമായി കണക്റ്റായിരിക്കുമ്പോൾ ഉലകത്തിൻ്റെ ചരിത്രത്തിൽ മറ്റൊരുത്തർക്കും കൈമാറാത്ത ശക്തമേറിയ നിയോഗത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാ. ഈ പ്രാരംഭ സെഷനിൽ തന്നെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി നിയോഗത്തോടെ കൈമാറുകയാണ്. മാതാപിതാക്കൾ നിന്ന സഹിച്ച ദേശത്തിൻ്റെ നടുവിൽ അത്ഭുതകരമാകുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി അടുത്ത ജനറേഷനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവീക പദ്ധതികൾ ഇന്ന് പകൽ ഈ അന്തരീക്ഷത്തിനകത്ത് കർത്താവ് കൈമാറുകയാ. അത് ആത്മാവിൽ തിരിച്ചറിയുന്നവർ ഉണ്ടെങ്കിൽ വായി തുറന്ന് അധരം ചലിപ്പിച്ച് കർത്താവിന് ആരാധന കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ പപ്പയ്ക്കും മമ്മിക്കും തൊടാൻ കഴിയാത്ത ഒരാത്മമണ്ഡലത്തെ ഇന്ന് പകലിൽ അടുത്ത ജനറേഷന്റെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറിയാൽ അത് എനിക്കുള്ള ദൂതാണെന്ന് ആത്മാവിൽ സ്വീകരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളുടെ മീതെ, കഴിഞ്ഞൊരു ജനറേഷൻ അപമാനിക്കപ്പെട്ട സിറ്റിക്കകത്ത് ആ സിറ്റിയെ ഇളക്കി മറിക്കുന്ന നിയോഗത്തോടെ, കഴിഞ്ഞൊരു ജനറേഷൻ ഒത്തിരി വേദനിച്ച അതിരിനകത്ത് അവിടെ ഇരിപ്പിടവിട്ട് വാഴുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകത്തിന്റെ നിയോഗത്തോടെ ഇന്ന് പകലിൽ ആത്മാവ് ചിലരെ അഭിഷേകം ചെയ്തു വേർതിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചിലരെ ഈ വചനം കൊണ്ട് തൊടുന്നു.
പപ്പയെ കരയിപ്പിച്ച വിഷയം, മമ്മിയെ ഒത്തിരി വേദനിപ്പിച്ച വിഷയം, പൂർവ്വപിതാക്കന്മാർ തലകുനിച്ച വിഷയം, അതിന്റെ മധ്യത്തിൽ തല ഉയർത്തി നിർത്താൻ, അതിന്റെ മധ്യത്തിൽ മാനിക്കപ്പെടേണ്ടതിനായി എന്റെ മഹത്വത്തെ ഞാൻ നിന്റെ മീതെ പകരുമെന്ന് എന്തോ ഈ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആത്മാവ് ഇടപെടുന്നു. PMG ചർച്ചിന്റെ നിന്നയെ ദൈവം മാറ്റാൻ പോകുകയാ. നിന്നയെ കർത്താവ് മാറ്റാൻ പോകുന്നു. പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ചിന് സാകേത് സിറ്റിക്കകത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ ചില ദുരന്തങ്ങളെ, ചില നിന്ദകളെ മാറ്റിമറിക്കുന്ന ദൈവിക സ്പർശനങ്ങളെ, വർഷങ്ങൾ നിന്ന സഹിച്ച ഒരു കൂട്ടത്തിന്റെ നിന്നയെ മാറ്റേണ്ടതിനായി മഹത്വത്തെ വഹിക്കുന്ന ഒരു തലമുറയെ, അത് വിശ്വസിക്കുന്നവർ മാത്രം ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ഗ്ലോറി അൺടു ദ നെയിം ഓഫ് ജീസസ്. സഭയുടെ നിന്ന മാറുന്ന പ്രാർത്ഥനയേത്? സ്തോത്രം. ദൈവസഭയുടെ നിന്നയെ കർത്താവ് ഈ വചനം കൊണ്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ പോവാ. നീക്കി കളയാൻ പോവാ. ഇനി അത് തുടരത്തില്ല. ഇനി ആ സാഹചര്യത്തിനകത്ത് തുടരത്തില്ല. നദീതീരത്ത് പുഴവക്കത്ത് ഒരു മനുഷ്യന്റെ മീതെ സ്വർഗം തുറക്കുന്നു. തുറന്ന സ്വർഗത്തിൽ നിന്നും നിയോഗം പ്രാപിച്ച് ഒരുവൻ അവിടെ എഴുന്നേറ്റു. ആ മനുഷ്യനെ കൊണ്ട് ഉലകത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത ദൈവപ്രവർത്തികളെ, ഉണങ്ങിക്കിടന്ന അസ്ഥിയെ പ്രവചിച്ചെഴുന്നേൽപ്പിക്കാൻ സാധ്യതയില്ലാത്തൊരു മേഖലക്കകത്ത് ചിതറിപ്പോയതിനെ, ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന ഒരു അസ്ഥി താഴ്വരയ്ക്കകത്ത് നിന്ന് ഇതിനകത്തൊരു സൈന്യം എഴുന്നേക്കുമോ? ഇതിനകത്തൊരു സൈന്യം ഇനി ജീവിക്കുമോ? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള ദൈവശബ്ദം കേട്ട് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി താഴ്വരയിൽ ഇറങ്ങി നിൽക്കുന്ന എസക്കിയേല്, അങ്ങയോട് ദൈവത്തിന് പറയാനൊരു ദൂതുണ്ട്. നീ പ്രവചിച്ചാൽ നിന്റെ നാവിന്ന് പുറത്തു വരുന്ന ദൈവശബ്ദം കൊണ്ട്, അങ്ങയുടെ നാവിന്ന് പുറത്തു വരുന്ന അരുളപ്പാടുകൾ കൊണ്ട് ചിതറിപ്പോയ ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ, എന്റെ ജനത്തിന്റെ നിന്നയെ മാറ്റാൻ, എന്റെ ജനത്തിന്റെ അപമാനത്തെ മാറ്റാൻ. ഇത് ചിതറുന്ന ഗ്രൂപ്പാ, ഇത് ഒന്നിക്കത്തില്ലെന്ന് ആത്മലോകത്ത് പോലും വീണ് കിടക്കുന്നതിലോ നിന്നകളെ ഉരുട്ടി മാറ്റേണ്ടതിനായി യേശുവിന്റെ മഹത്വത്തെ ഇതിനകത്ത് കർത്താവ് കൈമാറട്ടെ. ആരോ ചോദിക്കുന്നു, എന്റെ ഈ വിഷയത്തിനകത്തൊരു വിടുതലുണ്ടോ? ആരോ ചോദിക്കുന്നു, എന്റെ വീടിനകത്തൊരു എഴുന്നേപ്പുണ്ടോ? ആരോ ചോദിക്കുന്നു, എന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഇനി ഒരു എഴുന്നേപ്പുണ്ടോ? അങ്ങനെയുള്ളതിന്റെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് ഈ ആദ്യ മിനിറ്റുകളിൽ തന്നെ ദൈവാത്മാവ് സംസാരിക്കുകയാണ്. നീ പ്രവചിച്ചാൽ, നീ വചനം വിളിച്ചു പറഞ്ഞാൽ, എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞ പ്രതലത്തിനകത്ത് നിന്ന് ഒരു മഹത്വത്തിന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കാൻ ഒരു നിയോഗം. കേബാർ നദിയുടെ തീരത്ത് സ്വർഗം തുറന്നതുപോലെ ഇതിന്മീതെ സ്വർഗം തുറക്കുന്നു. ഇതിന്മീതെ സ്വർഗം തുറക്കുന്നു. ആലയത്തിന്റെ മീതെ സ്വർഗം തുറക്കുന്നു. ഈ ബിൽഡിങ്ങിന്റെ 4 ചുവരിനകത്ത് തുറന്ന സ്വർഗത്തിന്റെ മഹത്വത്തെ നിയോഗമുള്ള ചിലരെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി, ദൈവിക പദ്ധതികളുടെ ചിലതിനെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി, ദൈവത്തിന്റെ ഹൃദയത്തിലെ ഡിവൈൻ പ്രോജക്റ്റുകളെ ഈ പട്ടണത്തിനകത്ത് വെളിപ്പെടുത്താൻ ചിലരെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി ദൈവിക മഹത്വം. ജനത്തിന്റെ നിന്ന മാറുന്ന പ്രാർത്ഥന, സഭയുടെ നിന്ന മാറുന്ന പ്രാർത്ഥന, അത് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. എസക്കിയേലിരിക്കുന്ന പിക്ചർ നിങ്ങൾ നോക്കണം. പ്രവാസത്തിലാ, കേബാർ നദിയുടെ തീരത്തായിരിക്കുന്നത്, നിന്ന സഹിച്ചൊരപ്പന്റെ മകൻ. ഇങ്ങനെ ഈ മനുഷ്യനിരിക്കുമ്പോൾ യെഹസ്കേലിന്റെ മീതെ ഹെവൻ ഓപ്പണായി, ദിവ്യ ദർശനങ്ങൾ കാണുകയാ. താഴോട്ട് ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു പുസ്തക ചുരുൾ ഇറങ്ങി വന്നു. സ്തോത്രം. അടുത്ത ശബ്ദം ഇതാ, നീ അത് വാങ്ങി തിന്നുക, ഭക്ഷിക്കുക. ആ പുസ്തക ചുരുൾ വാങ്ങി എസക്കിയേൽ അത് ഭക്ഷിച്ചപ്പോൾ അതിനകത്തെ വചനം കൊണ്ട് അകം കത്താൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണം, പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരെ ദൈവം പുറത്തെടുത്തപ്പോൾ ഇവരുടെ എല്ലാം നാവുമായി ബന്ധപ്പെട്ടൊരു ദൈവിക സ്പർശനം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മേജർ പ്രോഫറ്റ്സ് യെശയ്യാവ്, ഇരമ്യാവ്, യെഹസ്കേൽ, ഇവരെ 3 പേരെയും ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറത്തെടുക്കുന്ന ആ പാറ്റേൺ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യെശയ്യാവിൻ്റെ മിനിസ്ട്രി ആനുകാലിക സംഭവങ്ങളെയൊക്കെ നോക്കിയ ദൂത് പറഞ്ഞു തുടങ്ങി. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരുക, കാളതൻ്റെ ഉടയവനെ മറക്കുവോ? സ്തോത്രം. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ചില പ്രത്യേക സംവിധാനങ്ങൾ കണ്ട് അതുമായി ബന്ധപ്പെട്ട് ജനത്തെ തുലനം ചെയ്ത്
അങ്ങനെ ദൂത് പറഞ്ഞു തുടങ്ങിയ യെശയ്യാവ് 6-ാം അധ്യായത്തിൽ യെശയ്യാവിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവിക സ്പർശനം ഉണ്ടാകുന്നു. അവിടെയും ഇതുപോലെ സ്വർഗം തുറന്നു. ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുമ്പോൾ 6 ചിറകുകളുള്ള സാറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറക്കുന്ന സാറാഫുകൾ, ഈ സാറാഫുകളെ ഇങ്ങനെ യെശയ്യാവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വലിയൊരു ആരാധനയുടെ അന്തരീക്ഷം. സ്തോത്രം. ദൈവം പരിശുദ്ധൻ 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 എന്ന ആരാധനയുടെ ശബ്ദം കേൾക്കുക. ഇത് കേട്ടോണ്ടിരുന്നപ്പോഴേ യെശയ്യാവ് പറയുന്നൊരു വാക്കുണ്ട്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ളൊരു മനുഷ്യൻ. കണ്ടോ, ദൈവത്തിന്റെ വിശുദ്ധി കണ്ടപ്പോൾ യെശയ്യാവിന് പിടികിട്ടി, ഞാൻ അശുദ്ധനാ. എപ്പോഴൊക്കെ ദൈവത്തിന്റെ വിശുദ്ധി കാണുവോ അപ്പോഴൊക്കെ നമുക്ക് നമ്മെ മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴൊക്കെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ നടുവിൽ ഇറങ്ങുവോ അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റും. യെശയ്യാവ് 5 അധ്യായത്തിൽ പ്രവചിച്ചയാളാ, ഇസ്രായേലിന്റെ ശക്തനായ പ്രവാചകനാ. അപ്പൊ 5 അധ്യായങ്ങളിൽ പ്രവചിച്ച അതേ നാവിനെ നോക്കി യെശയ്യാവ് പറയുക, എൻ്റെ അധരം ശുദ്ധിയില്ലാത്തതാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവം എന്താ ചെയ്തെന്നറിയാമോ? സാറാഫുകളിൽ ഒന്നിനെ കൽപ്പിച്ചാക്കി, അഥവാ ദൂതന്മാരിൽ ഒന്നിനെ കൽപ്പിച്ചാക്കി. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, സാറാഫുകളിൽ ഒന്ന്, സ്തോത്രം, ഒരു കനൽ, യാഗപീഠത്തിൽ കത്തി നിൽക്കുന്ന ഒരു തീക്കനൽ ഒരു കൊടിലി കൊണ്ടെടുത്ത് യെശയ്യാവിൻ്റെ നാവിൽ കൊണ്ട് തൊടുവിച്ചു. സ്തോത്രം. ആ മിനിറ്റിൽ ആ നാവിൻ്റെ കെട്ടവിടെ പൊട്ടി. സ്തോത്രം. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ദൂതൻ സാറാഫുകളിൽ ഒന്ന് കൊടിലുകൊണ്ടെടുത്ത തീക്കനൽ ഇപ്പോൾ യെശയ്യാവിൻ്റെ നാവിലായിരിക്കുന്നത്. എനിക്ക് ദൂതനോടൊരു ചോദ്യം, എന്തിനാ ഈ കൊടിലുപയോഗിക്കുന്നത്? എന്തിനാ ഇത് കൊടിലുകൊണ്ട് ഇതെടുക്കുന്നത്? സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന അമ്മമാരോട് ചോദിച്ചാൽ പറയും, കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ കൊടിലുപയോഗിക്കുന്നത് ചൂട് തട്ടാതിരിക്കാനല്ലേ, കൈ പൊള്ളാതിരിക്കാനല്ലേ. ദൂതന്റെ മറുപടി എന്നാണെന്നറിയാമോ? ഈ ചൂട് എനിക്ക് താങ്ങാൻ പറ്റില്ല. ഒരു ദൂതന് താങ്ങാൻ പറ്റാത്ത ഹെവി ടെമ്പറേച്ചർ യെശയ്യാവിൻ്റെ നാവിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. ഒരു ദൂതന്റെ കപ്പാസിറ്റി നിങ്ങൾ അറിയണം. ഒരിക്കൽ അശൂർ പാളയത്തിലേക്ക് ഒരു ദൂതൻ ഇറങ്ങി വന്നപ്പോൾ 1,85,000 പടയാളികളെയാ ഒരു ദൂതൻ തകർത്ത് മാറ്റിയത്. എന്ന് പറഞ്ഞാൽ 1,85,000 മനുഷ്യന്റെ കരുത്തിനേക്കാൾ വലുതാ ഒരു ദൂതന്റെ കരുത്ത്. അങ്ങനെ ഒരു ദൂതന് താങ്ങാൻ പറ്റാത്ത തീക്കനൽ, ഒരു ദൂതന് താങ്ങാൻ പറ്റാത്ത ഹെവി ടെമ്പറേച്ചർ ഒരു സാധാരണ മനുഷ്യന്റെ നാവിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അന്ന് സ്വർഗത്തിലെ ദൈവം അവിടെ എഴുതി, യെശയ്യാവേ നിന്റെ നാവിന്റെ കെട്ട് പൊട്ടുകയാ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ആത്മാവ് ഇടപെടുകയാ. നിന്റെ വോക്കൽ കോഡിനെ തുറക്കാൻ, നിന്റെ ശബ്ദത്തെ അടയ്ക്കാൻ, പിശാചിടുന്ന പദ്ധതികളെ പൊട്ടിച്ചു മാറ്റേണ്ടതിനായി ഇന്ന് പകലൊരു തീയുടെ സ്പർശനത്തെ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിന് ആരാധന കൊടുത്തു. നിന്റെ വോക്കൽ കോഡിനോടുള്ള ബന്ധത്തിലുള്ള ചില പോരുകളെ, ചിലതിന്റെ വോക്കൽ കോഡ് തുറക്കുന്നു, ചിലതിന്റെ തൈറോയിഡ് തുറന്നു വരുന്നു, ചിലതിന്റെ ശബ്ദം തുറന്നു വരുന്നു. ഈ സീസണിൽ ഇന്ത്യൻ സഭ കേൾക്കത്തക്ക നിലയിൽ 28 സ്റ്റേറ്റുകളെ വിളക്കി മറിക്കുന്ന ഒരു വലിയ നിയോഗത്തോടു കൂടി ചിലതിന്റെ ശബ്ദത്തെ പുറത്തെടുക്കുന്ന ഒരു അഭിഷേകം. നിങ്ങൾക്ക് നിങ്ങളുടെ സൗഖ്യം പ്രാപിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ അത്ഭുതത്തെ പ്രാപിക്കാം. ശബ്ദത്തെ അടച്ചു കളയുന്ന ആ ആരോഗ്യ പ്രശ്നത്തെ ഈ മിനിറ്റിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കുന്നു. നിന്റെ പ്രാർത്ഥനകളെ തടയുന്ന, നിന്റെ ആരാധനകളെ തടയുന്ന, നിന്റെ നിയോഗങ്ങളെ തടയുന്ന, ശബ്ദത്തെ അടച്ചു കളയുന്ന ദേശത്തിന്റെ കുടിയിരിപ്പുകളെ ദൂതൻ ഇറങ്ങി വന്ന് തീയുടെ കനൽ നിന്റെ നാവിൽ തൊടുവിച്ച്, റേഡിയേഷനും കീമോതെറാപ്പിക്കും മെഡിസിനും മെഡിക്കൽ സയൻസിനും ഉലകത്തിൽ ഒരു ടെക്നോളജിക്കും ചെയ്യാൻ കഴിയാത്തത് ആത്മാവിന്റെ തീക്കകത്ത് ചിലർക്ക് വേണ്ടി കൈമാറേണ്ടതിനായി ആഴത്തിലൊരു ദൈവപ്രവൃത്തിയെ. ഞാനിത് പറയണമെന്ന് കരുതിയതല്ല, പക്ഷേ കർത്താവ് ഈ ഭാഗത്തൂടെ കൊണ്ടുപോകുന്നു. വോക്കൽ കോഡുകൾ കൂട്ടമായി തുറന്നു വരാൻ പോകുന്നു. FNAC പോലെ നീഡിൽ വെച്ച് കുത്തിയെടുത്ത് സൈറ്റോളജി ടെസ്റ്റുകൾക്ക് വിധേയപ്പെടുത്തി ഹോസ്പിറ്റൽ വരാന്ത കയറ്റിയിറക്കി നിയോഗമുള്ള ചിലരെ ഒതുക്കാൻ സാത്താനിടുന്നവന്റെ പ്രോജക്റ്റുകളെ തുറന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതന്മാർ അവരുടെ കയ്യിലുള്ള തീക്കനൽ നിന്റെ വോക്കൽ കോഡിൽ തൊടുവിച്ച് ഇന്ന് പകൽ അത്ഭുതകരമാകുന്ന സൗഖ്യത്തെ ഇതിനകത്ത് കൈമാറുന്നു. ഈ ദൂത് പറയുമ്പോൾ ഹോർമോണൽ വേരിയേഷനുകൾ സൗഖ്യമാകട്ടെ. ഈ ദൂത് പറയുമ്പോൾ ചില ക്ലിനിക്കൽ ഹിസ്റ്ററികളെ കീറിക്കളയുന്ന, ചില മെഡിക്കൽ റിപ്പോർട്ടുകളെ കീറിക്കളയുന്ന ഒരു ദൈവശക്തി
മന്ത്രവാദത്തിനോ ആഭിചാരത്തിനോ ഇരുട്ടിന്റെ സ്വാധീനങ്ങൾക്കോ പൈശാചിക സംവിധാനങ്ങൾക്കോ ലൂസിഫറിനോ അവന്റെ ഏജന്റുമാർക്കോ ഒതുക്കാൻ പറ്റാത്ത നിയോഗമുള്ളൊരു തലമുറ എഴുന്നേൽപ്പിക്കേണ്ടതിനായി, ചില പഴഞ്ചൊല്ലുകളെ നീക്കിക്കളയേണ്ടതിനായി, ഇനി ഒരുവൻ എഴുന്നേക്കില്ല, ഇനി ഒരു ഉണർവുണ്ടാകില്ല, ഇനി ഒരു ദൈവപ്രവൃത്തി ചലിക്കത്തില്ലെന്ന് പറഞ്ഞ് ചില പഴഞ്ചൊല്ലുകൾ ആത്മലോകത്ത് വീണ് കിടക്കുമ്പോൾ അതിനെ തുടച്ചു മാറ്റേണ്ടതിനായി, അതിനെ നിർത്തലാക്കേണ്ടതിനായി ദൈവമഹത്വത്തിന്റെ പകർച്ച. യെശയ്യാവിന്റെ നാവിൽ തീക്കനൽ. അന്ന് ആ വോക്കൽ കോഡ് തുറന്നു. 5 അധ്യായങ്ങളിൽ ആനുകാലിക സംഭവങ്ങളുടെ പ്രവാചകനായ യെശയ്യാവ് 6-ാം അധ്യായത്തിൽ നാവിൽ തീ ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത 7-ാം അധ്യായത്തിൽ പ്രവചനത്തിന്റെ ലെവല് മാറി. 700 കൊല്ലത്തിനപ്പുറം നടക്കാനുള്ള ഉണർവിനെ കുറിച്ച് പ്രവചിക്കുക. കന്യകയിൽ നിന്ന് ഒരു മകൻ പുറത്തു വരും. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഉണ്ടോ? 7 നൂറ്റാണ്ടിനപ്പുറം നടക്കാനുള്ള ദൈവപ്രവൃത്തിയെക്കുറിച്ച് പ്രവചിക്കാൻ യെശയ്യാവ് എവിടുന്ന് അങ്ങേക്ക് നിയോഗം വന്നത്? ആ മനുഷ്യന്റെ മറുപടി, എൻ്റെ നാവിലിറങ്ങി വന്ന തീ. ശുശ്രൂഷയുടെ ഡയമെൻഷനുകളെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റാൻ പോകയാം. ഗ്ലോറി ടു ജീസസ്. യെശയ്യാവിന്റെ നാവിൽ തീക്കനൽ, യെഹസ്കേലിന്റെ നാവിൽ പുസ്തക ചുരുൾ. ഇതിനിടയിൽ ഒരു ഇരമ്യാവുണ്ട്. ബെന്യാമീൻ ദേശത്തിലെ അനാദോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിന്റെ മകൻ ഇരമ്യാവ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ ഞാൻ ബാലനാ, എനിക്ക് അറിവില്ലെന്ന് പറയുമ്പോൾ യഹോവയുടെ കൈ ഇരമ്യാവിന്റെ നാവിൽ വന്ന് തൊട്ടു. യാഹുവയുടെ കരം ഒരുവന്റെ നാവിലേക്ക് വന്നപ്പോൾ ആ നാവിൽ ദൈവത്തിന്റെ വചനം നിറഞ്ഞില്ലേ? സ്തോത്രം. അപ്പം ഏതൊരു അഭിഷക്തനെയും ഒരു ഗ്രൂപ്പിന്റെ നടുവിലേക്ക് ദൈവം അയച്ചാൽ ആ നാവിൽ കർത്താവ് ഒരു വചനം കൊടുക്കും. വചനത്തിലൂടെയാണ് ദൈവത്തിന്റെ പദ്ധതികളെ കർത്താവ് കൈമാറുന്നത്. എന്തോ ഞാൻ ഈ ഹോളിന്റെ 4 ചുവരിനകത്ത് എൻ്റെ ആത്മക്കണ്ണുകളാൽ കാണുന്നു, ചില ദൂതന്മാർ അങ്ങനെ തീക്കനലുമായി വന്നിട്ടുണ്ട്. സ്തോത്രം. നിങ്ങളെ ആത്മാവിൽ ബലപ്പെടുത്തണം എന്ന് മാത്രമായിരുന്നു ഞാൻ ഹൃദയത്തിൽ ചിന്തിച്ചത്. പക്ഷേ കർത്താവ് പറയുന്ന ചില ഹീലിംഗ്, സൗഖ്യത്തിന്റെ അഭിഷേകം. അങ്ങനെ ഒന്ന് അങ്ങയുടെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ആ 2 കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാവോ? ഒരു ന്യൂറോ ഫിസിഷ്യനും ഒരു ന്യൂറോ സർജനും ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകയാ. ഞാൻ ഈ പുൾപിറ്റ് നിൽക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് ബോധ്യം തരികയാ. ഹോൾ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഡിവൈൻ ഓർഡറിലാക്കാൻ പോകയാ. ബ്രെയിനകത്ത്, തലയ്ക്കകത്ത്, സ്തോത്രം, തലയ്ക്കകത്തുള്ള നേർവുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ശരീരത്തിലേക്ക്, ശരീരത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ബലഹീനത കൊണ്ടുവന്ന് നിങ്ങളൊരു ബെഡ് പേഷ്യന്റ് ആക്കി ഒതുക്കുവാൻ സാത്താനിട്ട പദ്ധതികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നതിനകത്ത് തുടച്ചു മാറ്റുകയാ. ഒതുക്കിക്കളയും, തകർത്ത് കളയുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ നിവർത്തി നിർത്തുന്ന ജീസസ് മൈറ്റി നെയിം. വിശ്വസിക്കുന്നവർ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന്റെ മഹത്വം. ആത്മതലം തുറന്നു കിടന്നാൽ, സ്വർഗത്തിന്റെ മഹത്വം തുറന്നാൽ നമ്മുടെ അത്ഭുതങ്ങളെ നമുക്ക് അവിടെ പ്രാപിക്കാം, നമുക്കതിനെ അവിടെ സ്വീകരിക്കാം. എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു വിടുതല ഒരു 1.5-2 മാസങ്ങൾക്ക് പിറകിൽ ഹരിയാനയിലെ ഒരു ഗ്രാമം. ഇവിടുന്ന് പോകുമ്പോൾ പാനിപ്പത്ത് ഇറങ്ങി അവിടുന്ന് ഒരു 45 കിലോമീറ്റർ മാറി അസന്ത് എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റി, 3-4 ഗ്രാമങ്ങൾ കൂടുന്നൊരു സ്ഥലമാണ്. അവിടുത്തെ ഒരു ചർച്ചിൽ ഇങ്ങനെ ശുശ്രൂഷിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ 4 ദിവസത്തെ യോഗമാണ്. 3-ാം ദിവസം പകൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ കാതിൽ പറയുക, എന്നെ ഒന്ന് അനുവദിക്ക് മോനെ ജിബിനെ, നിൻ്റെ പ്രസംഗം നിർത്ത്, എന്നെ ഒന്ന് അനുവദിക്ക്. ഞാൻ മൈക്ക് താഴെ വെച്ചു. എൻ്റെ കൂടെ നിന്ന അഭിഷക്തൻ, ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അഭിഷക്തനും മൈക്ക് താഴെ വെച്ചു. ഒരു 10-300ഓളം ആളുകൾ, 280-ലധികം ആളുകളുണ്ട്. എല്ലാവരും ഇരുന്ന് ഞങ്ങൾ മൈക്ക് താഴെ വെക്കുമ്പോഴേ എല്ലാവരും കണ്ണുകളടച്ച് ഇതുപോലെ ശക്തമായിട്ട് ആരാധിക്കുക. കുഞ്ഞുങ്ങളെല്ലാം അന്യഭാഷയിൽ ആരാധിക്കുന്നു. ഒരു 40ഓളം ആളുകൾ, 40-ലധികം ആളുകളുടെ ദുരാത്മ ഭൂതങ്ങൾ ഇളകി, ഇത്രയും ആളുകൾ കൂട്ടമായിട്ട് ഇളകി മറിയുന്നു. സ്തോത്രം. അഭിഷേകമുള്ളവർ പരസ്പരം ദൂത് പറയുന്നു.
അപ്പോൾ ഏറ്റവും ബാക്കിൽ ഒരു പെൺകുട്ടി, ഇവള് മാത്രം ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കുക. അപ്പം ഇവക്ക് ഒരു 10-29 വയസ്സുണ്ടെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞേ. ഇവിടെ പ്രശ്നം, ഇവിടെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നതാണ്. ഒരു ചെയറിലൊരു പ്രത്യേക രീതിയിൽ ഇരുത്തി അങ്ങനെ അവളെ അവിടെ കൊണ്ടുവന്നത്. അപ്പം നമ്മളത് കാണുന്നില്ല, ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്കതറിയില്ല. അപ്പം ഇവൾ ശുശ്രൂഷകന്മാരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക, എല്ലാവരും ആരാധിക്കുന്നു, ഒരു പെങ്കൊച്ച് മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പം ഇവിടെ കണ്ണുകൾ എന്തോ സംസാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഞങ്ങളടുത്ത് നടന്നു ചെല്ലുന്നു. നടന്ന് അവിടെ അരികിലേക്ക് ചെന്നപ്പോൾ സ്തോത്രം, ഇവിടെ കൈക്ക് സ്വാധീനമുണ്ട്. കൈ എൻ്റെ നേരെ നീട്ടി. ഞാനൊരു സ്തോത്രം പറയാനാന്ന് കരുതി കൈ നീട്ടി പ്രൈസ്തലോട് കൊടുത്തു. ഒരു പ്രൈസ്തലോട് കൊടുത്താൽ 1-2 സെക്കൻഡ് കഴിഞ്ഞാൽ കൈ വിടണം. പക്ഷേ ഇവൾ കൈ വിടുന്നില്ല. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല. ഇവിടെ പ്രോബ്ലം എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല. സ്തോത്രം, ഈ കൈയിന് ഇവൾ വിടുന്നില്ല. കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചേക്കുക. എനിക്ക് കർത്താവ് ബോധ്യം തന്നു, ഇവളെന്തോ സ്വീകരിക്കുകയാണ് ദൈവ സാന്നിധ്യത്തിനകത്ത്. ഞാനും കണ്ണടച്ചു. ഇവിടെ പ്രോബ്ലം എന്താണെന്നോ ഇവൾ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ സ്തോത്രം, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കയ്യിലെന്തോ ഒരു ഭാരം എനിക്ക് ഫീൽ ചെയ്യുന്നു. എൻ്റെ കയ്യിലെന്തോ ഒരു ഭാരം. അതുവരെ ചുമ്മാ ചേർത്ത് പിടിച്ച എൻ്റെ കരത്തിലൊരു ഭാരം എനിക്ക് ഫീൽ ചെയ്തു. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്, സ്തോത്രം, എൻ്റെ കരത്തിൽ പിടിച്ച പെൺകുട്ടി തനിയെ എഴുന്നേക്കുക. അവിടെ രോഗം ആർക്കും വെളിപ്പെട്ട് കിട്ടിയില്ല, ആരും പ്രവചനാത്മാവിൽ തൊട്ടില്ല. പക്ഷെ തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ആ പെൺകുട്ടി തീരുമാനിച്ചു, ഇന്ന് ഞാൻ എൻ്റെ സൗഖ്യത്തെ പ്രാപിക്കും. അഭിഷക്തന്റെ കരത്തിന് പിടിച്ച് അവൾ പതുക്കെ എഴുന്നേറ്റു. 29 വർഷം ഉറയ്ക്കാത്ത അവിടെ കാലന്ന് അവിടെ ഉറച്ചു. അവിടെ നരിയാണികൾ ഉറച്ചു. സ്തോത്രം, ചുമന്നുകൊണ്ട് വന്നവരുടെ നടുവിൽ കൂടി തുള്ളിച്ചാടി അവൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എന്തോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഒതുക്കിയിരുത്തുന്ന ചിലരെ ആയുസ് തികയുന്നതിന് മുമ്പ് അകാല മരണം കൊണ്ടുവരുന്ന ചില മരണത്തിന്റെ സ്വാധീനങ്ങളെ ഇന്ന് പകൽ ശുശ്രൂഷ മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർത്ത് മാറ്റുകയാ. വരും തലമുറയോട് യഹോവയുടെ വൻകാര്യങ്ങൾ പ്രസ്താവിപ്പാൻ, അടുത്ത ജനറേഷന് കൂടെ ദൈവത്തിന്റെ വെളിപ്പാടുകളെ പറഞ്ഞു കൊടുക്കാൻ നിന്റെ ആയുസിനെ കർത്താവ് വർദ്ധിപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഹൈ BP നോർമൽ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹൈ BP നോർമൽ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആക്സിഡന്റ് സ്പിരിറ്റുകൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അപകടത്തിന്റെ കുരുക്കുകൾ പൊട്ടിമാറട്ടെ. നമ്മൾ ആരാധിക്കുന്നതൊന്നും നേടാനല്ല, നമ്മൾ ആരാധിക്കുന്നത് സൗഖ്യം കിട്ടാനല്ല, നമ്മൾ ആരാധിക്കുന്നത് നന്മ വർദ്ധിക്കാനല്ല, നമ്മൾ ആരാധിക്കുന്ന എന്തെങ്കിലും പൊസിഷൻ കിട്ടാനല്ല. നമ്മൾ ആരാധിക്കുന്നത് അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാ. എന്റെ യേശു ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാ ഞാൻ അവനെ ആരാധിക്കുന്നത്. ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ ഒന്നും നേടാനല്ല അവനെ ആരാധിക്കുന്നത്, പക്ഷെ ആരാധിക്കുന്ന എനിക്ക് വേണ്ടി നൂലെ കെട്ടി ഇറക്കി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആരാധിക്കുന്ന എനിക്ക് വേണ്ടി ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ദൈവമുണ്ട്. ആരാധിക്കുന്ന എനിക്ക് വേണ്ടി അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ഒരു ദൈവം. പുഴവക്കത്തൊരു മനുഷ്യന്റെ മീതെ സ്വർഗം തുറന്നപ്പോൾ പുസ്തകച്ചുരുൾ ഇറങ്ങി വന്നവന്റെ നാവിൽ തൊട്ടു. അവനത് വാങ്ങി ഭക്ഷിച്ചപ്പോൾ അവൻ്റെ അകം വചനം കൊണ്ട് കത്തിച്ചു കർത്താവ്. സ്തോത്രം, ആ എസെക്കിയേലിനോട് ആത്മനിയോഗത്തോടെ ദൈവം പറയുകയാ, സ്തോത്രം, ഇനി ആ പഴഞ്ചൊല്ല് അവിടെ ഉണ്ടാകില്ല. കഴിഞ്ഞ രാത്രി ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, എന്താ ഞാൻ ഈ ജനത്തോട് പറയേണ്ടത്? കൊണ്ടുവന്ന മെസ്സേജാണോ പറയേണ്ടത്? സ്തോത്രം, പരിശുദ്ധാത്മാവ് എന്നോട് പറയാം, നീ അവരോട് പറയേണ്ടത്. 23-ാം വാക്യത്തിൽ അങ്ങനെ തന്നെ കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇതൊരു പ്രസംഗമല്ല, ഇത് ദൈവത്തിന്റെ അരുളപ്പാടാ. എന്താണ് അരുളപ്പാട്? അടുത്ത വാക്ക്, ഞാൻ ആ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ഇനി ഇസ്രയേലിൽ അതൊരു പഴഞ്ചൊല്ലായിട്ട് അവർ ഉപയോഗിക്കത്തില്ല. നമ്മെക്കുറിച്ച് ആത്മലോകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ചില വാക്കുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിർത്തലാക്കാൻ പോകുന്നു. നമ്മുടെ സഭയെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നേക്കുമായിട്ട് നിർത്തലാക്കാൻ പോകുന്നു. ഇനി അത് ഉപയോഗിക്കാതെ വണ്ണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നേക്കുമായിട്ട് അതിനെ നീക്കിക്കളയുകയാ. വിശ്വസിക്കുന്നവർ ആ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ദൂതിലേക്ക് പ്രവേശിക്കുക. ഞാൻ ആ പഴഞ്ചൊല്ല് നിർത്തലാക്കും. നമ്മെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകളില്ലേ, ഈ വീടിനകത്ത്, നിങ്ങളുടെ വീടിനെ ചൊല്ലി, ഈ വീടിനകത്ത് നന്മയൊന്നും പുറത്തു വരില്ല. ഈ വീടിനകത്ത് എപ്പോഴും ഒരു രോഗി ഉണ്ടാവും.
നമ്മുടെ സഭയെക്കുറിച്ച് പലരും പറഞ്ഞില്ല, വരുന്നവർ നിലനിൽക്കില്ല, ഒരു പരിധിക്കപ്പുറം വളർച്ച ഉണ്ടാകില്ല. നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് പലരും പറഞ്ഞില്ലേ, ഒരു റേഞ്ച്, ഒരു ലെവലിനപ്പുറം പോകില്ല. ഇത് പലരും പറഞ്ഞ് ചൊല്ലി 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 അതൊരു പഴഞ്ചൊല്ലായി ആത്മലോകത്ത് കിടക്കുമ്പോൾ കർത്താവ് തമ്പുരാൻ പറയുകയാ, ഞാൻ അതിനെ നിർത്തലാക്കും. ഒരു നന്മയും പുറത്തു വരത്തില്ലെന്ന് ശത്രു പറഞ്ഞ ദേശത്ത് നിന്ന് തന്നെ കർത്താവ് നന്മയെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ഇസ്രായേലിൽ അങ്ങനെ ഒത്തിരി പഴഞ്ചൊല്ലുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒന്ന് എടുക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യം. നഥനയേലിനോട് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്നു കാണുക എന്ന് പറഞ്ഞു. കണ്ടോ? ഇനി എന്നെ ശ്രദ്ധിച്ചേ. യേശു കർത്താവിന്റെ ജനനവും യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടവും ഒക്കെയാ നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇസ്രായേലിൽ ആ കാലത്ത് ഒരു ചൊല്ലല്ല, ഒരു പഴഞ്ചൊല്ലായിരുന്നത്. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഗലീലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ പട്ടണം, ഇരുട്ടുമൂടി അന്ധകാരം നിറഞ്ഞു കിടക്കുന്നൊരു പട്ടണം. സ്തോത്രം. വെളിച്ചത്തിന് സ്വാധീനമില്ലാത്തൊരു പട്ടണം. സ്തോത്രം. ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ കുടിയിരിക്കുന്നൊരു പട്ടണം. അവിടുന്ന് ചരിത്രത്തിൽ നന്മയൊന്നും പുറത്തു വന്നിട്ടില്ല, വന്നതെല്ലാം തിന്മയാ. നിങ്ങൾക്കറിയാമോ, ഈ ഇരുട്ടിൻ്റെ രാജ്യത്തിനകത്ത് അതിൽ നിന്ന് പുറത്തു വരുന്ന റിസൾട്ട് മുഴുവൻ തിന്മയായിരിക്കും. സ്തോത്രം. എന്നാൽ കൊലോസ് ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിനകത്താക്കി. അവിടെ നമുക്ക് വെളിച്ചത്തിൻ്റെ അവകാശമുണ്ട്. സ്തോത്രം. കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്, അതിനകത്ത് നിന്ന് തിന്മ മാത്രമേ വരികയുള്ളൂ. ഡിപ്രഷൻ അതിനകത്ത് നിന്ന് വരും, തകർച്ചകൾ അതിനകത്ത് നിന്ന് വരും, പരാജയങ്ങൾ അതിനകത്ത് നിന്ന് വരും, ഭിന്നതകൾ അതിനകത്ത് നിന്ന് വരും. എന്നാൽ പുത്രൻ്റെ രാജ്യം, വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് നാം വരുമ്പോൾ, സ്തോത്രം, അതിനകത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അത്ഭുതകരമായി വ്യാപരിക്കാൻ തുടങ്ങും. അപ്പം ഈ നസ്രയത്ത് ഉൾപ്പെടുന്ന ഗലീല ഒക്കെ ഇരുട്ട് മൂടിക്കിടന്ന ദേശമാണ്. അതുകൊണ്ടാ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നത് സെബുലൂൺ ദേശവും നഫ്താലി ദേശവും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ട് മൂടിക്കിടക്കുന്ന ജനമൊക്കെയും വലിയൊരു വെളിച്ചം കാണും. ഹല്ലേലൂയ. ഇരുട്ട് മൂടിക്കിടന്ന ദേശത്ത് നിന്ന് ലോകത്തിൻ്റെ വെളിച്ചം പുറത്തു വരികയാണ്. ഗ്ലോറി ടു ജീസസ്. ഒരു നന്മയും പുറത്തു വരത്തില്ലെന്ന് രാജ്യത്തിലെ സകല ആളുകളും അഡ്രസ്സ് ചെയ്ത ചെറിയൊരു പട്ടണത്തിൽ നിന്ന്, സ്തോത്രം, ലോകത്തിലേക്കും വരാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ വെളിപ്പെട്ട് വരികയാണ്. ഈ ഭാഗം ഈ ഫിലിപ്പോസ് നഥനയേലിനോട് വന്ന് പറയുന്നൊരു വാക്കുണ്ട്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. സ്തോത്രം. യേശു കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. ഫിലിപ്പോസിനെ കർത്താവ് ചേർത്ത് നിർത്തുമ്പോൾ ഫിലിപ്പോസ് വളരെ സന്തോഷത്തോടെ എക്സൈറ്റഡായി നഥനയേലിൻ്റെ അരികിലേക്ക് ഓടി വന്ന് പറയുകയാ, പഴയ നിയമത്തിൽ എഴുതി വെച്ചവനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ വാഗ്ദത്തത്തെ കണ്ടെന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതി വെച്ചിരിക്കുന്നവനെ ഞാൻ കണ്ടുവെന്ന് പറഞ്ഞാൽ ദൈവവചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തെ കണ്ടെന്നാ. വേണ്ട, ഫിലിപ്പോസ് വാഗ്ദത്തത്തെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നഥനയേലിൻ്റെ അരികിലേക്ക് ഓടി വരുമ്പോൾ നഥനയേൽ ചോദിക്കുന്ന ചോദ്യമാ, നസ്രയത്തിൽ നിന്ന് വല്ല നന്മ ഉണ്ടാവുമോ? അപ്പം വാഗ്ദത്തം ഉണ്ട് ഇവർക്ക്, പക്ഷേ ഇവരുടെ തന്നെ ചിന്ത വാഗ്ദത്തം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വരത്തില്ലെന്നാ. പട്ടണത്തെ പിടിക്കാൻ, പട്ടണത്തിൽ ഒരു വലിയ ചലനത്തിന് വേണ്ടി ഉണർവിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേൽ കിടപ്പുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങൾ വെച്ച് നാം നോക്കുമ്പോൾ ഈ വാഗ്ദത്തം വെളിപ്പെട്ട് വരുവാൻ ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്നു. എന്നാൽ ദൈവം ഈ വചനം കൊണ്ട് ഇടപെടുകയാണ്. അതേ മേഖലയ്ക്കകത്ത് തന്നെ കർത്താവ് വാഗ്ദത്തത്തെ ചലിപ്പിക്കാൻ പോകുകയാണ്. രാജ്യത്ത് ശക്തമായൊരു ഉണർവ് നടക്കുമ്പോൾ അത് നമ്മുടെ ചർച്ചിൽ നിന്ന് ആരംഭിക്കുമെന്ന് ആത്മാവ് പറഞ്ഞാൽ ആ വാഗ്ദത്തത്തെ ഞാൻ ഇന്ന് കണ്ടിരിക്കുകയാണ്. ആ വാഗ്ദത്തത്തെ നിങ്ങൾക്ക് വേണ്ടി കൈമാറുമ്പോൾ അത് എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ സഭയിൽ നിന്നും ആരംഭിക്കുമെന്ന് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റുന്ന ദൈവമക്കളുണ്ടെങ്കിൽ കർത്താവിന് മഹത്വം കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ നന്മ വരത്തില്ലെന്ന് പറഞ്ഞ ഇതിനകത്ത് നിന്ന് തന്നെ രാജ്യത്തിന്റെ ഉണർവിനെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇതിനകത്ത് ചലിക്കുകയാ. വിശ്വസിക്കുന്നവരുടെ മേലെ അത് വ്യാപരിക്കട്ടെ. ആത്മാവിൽ അത് സ്വീകരിക്കുന്നവരുടെ മേലെ അത് വെളിപ്പെട്ട് വരട്ടെ.
ഈ ചെറിയ കൂട്ടത്തിൽ നിന്നോ, ഈ സാധാരണ ആളുകളുടെ നടുവിൽ നിന്നോ, ഓ സ്തോത്ര, രാജ്യത്തെ വിഴുങ്ങുന്ന ഒരു തീ, രാജ്യത്തെ തൊടുന്ന ഒരു മഹത്വത്തെ ചലിപ്പിക്കാൻ സ്വർഗം തയ്യാറായാൽ, വാഗ്ദത്തത്തെ നേരിട്ട് കണ്ടവൻ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടും നഥനയേൽ പറയാ വരാൻ സാധ്യതയില്ല. ഫിലിപ്പോസ് കേട്ടറിവല്ല പറഞ്ഞേ, ഫിലിപ്പോസ് വായിച്ചറിഞ്ഞതല്ല പറഞ്ഞേ, ഫിലിപ്പോസ് നേരിട്ട് കണ്ടറിഞ്ഞതാ പറഞ്ഞേ. സ്തോത്രം. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശ എഴുതി വെച്ചത്, ന്യായപ്രമാണത്തിൽ പ്രവാചകന്മാർ എഴുതി വെച്ചത്, അവരെഴുതിയത് അവർക്ക് കാണാൻ പറ്റിയില്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പ്രവചിച്ചു. ആസഫിന്റെ സങ്കീർത്തനത്തിനകത്ത് യേശുവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ഉപമകളാൽ ദൈവരാജ്യത്തെ പ്രസ്താവിക്കും. ദാവീദിന്റെ പല സങ്കീർത്തനത്തിനകത്തും ക്രിസ്തുവിന്റെ വെളിപ്പാട് മറഞ്ഞു കിടപ്പുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ പല ഭാഗങ്ങളുടെ അകത്തും ക്രിസ്തുവിന്റെ നിഴല് മറഞ്ഞു കിടപ്പുണ്ട്. ഇത് എഴുതി വെച്ചവർക്കും അന്ന് ഇത് എഴുതുവാൻ ദൈവം നിയോഗം കൊടുത്തവർക്കൊന്നും ഇത് കാണാൻ അവസരം കിട്ടിയില്ല. ഹല്ലേലൂയ. എഴുതിയ പ്രവാചകന്മാർക്ക്, വെളിപ്പാട് കണ്ട പ്രവാചകന്മാർക്ക് ഇന്നലകളിൽ ഇങ്ങനെ ഒരു ക്രിസ്തുവിനെ കുറിച്ചുള്ള നിയോഗം തിരിച്ചറിഞ്ഞ പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് കാണാൻ കഴിയാത്തത് വേണ്ടേ, ഗലീലയുടെ തെരുവിൽ ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യൻ ആത്മമണ്ഡലത്തിൽ കാണുകയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നമുക്ക് പിറകിൽ ചിലര് ആത്മമണ്ഡലത്തിൽ കണ്ടതിനെ ഭൗതിക മണ്ഡലത്തിൽ കാണേണ്ടതിനായി നിങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നൊരു ദൈവമഹത്വത്തെ ആത്മാവ് ഇതിനകത്ത് കൈമാറുകയാ. നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനാ മുറിയിൽ കണ്ടത്, ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ പ്രാർത്ഥിച്ച ഒരുപാട് പ്രാർത്ഥനാ വീരന്മാർ ആത്മതലത്തിൽ കണ്ടതിനെ ഇന്ന് പകൽ ഇതിനകത്ത് ലിറ്ററലി കാണേണ്ടതിനായി ഭാരതത്തെ വിഴുങ്ങുന്ന ഒരു തീ, ഭാരതത്തിൽ ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി പിതാക്കന്മാർ കണ്ട ഒരു ആത്മമണ്ഡലത്തെ ഇന്ന് പകലിൽ ഭൗതിക മണ്ഡലത്തിൽ കാണട്ടെ. അത് കാണാൻ പാകത്തിൽ ഈ ജനത്തിന്റെ കണ്ണു തുറക്കട്ടെ. അത് കാണാൻ പാകത്തിൽ ഈ ജനത്തിന്റെ കണ്ണു തുറക്കട്ടെ. ഓ, പ്രവാചകന്മാർ പറഞ്ഞത് കാണാൻ പാകത്തിൽ. ഫിലിപ്പോസ് അങ്ങെന്താ പറഞ്ഞു വെക്കുന്നേ? ഫിലിപ്പോസ് നഥനയേലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കണ്ടോ? ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടു. നെബോ മലമുകളിലേക്ക് മോസസ് കയറി പോകുന്നതിന് മുമ്പ് സീനായുടെ കൊടുമുടിയിൽ ദൈവവുമായി മാത്രം താൻ സംവാദിച്ച ആ തുറന്ന സ്വർഗത്തിന്റെ ഇടപാടുകളുടെ അകത്ത് മോശ കണ്ടറിഞ്ഞ ദൈവത്തിന്റെ മഹത്വം ന്യായപ്രമാണത്തിനകത്ത് മോശ എഴുതി വെച്ചത്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ശക്തന്മാരായ പ്രവാചകന്മാർ അവരുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് വെളിപ്പാടിൽ നിയോഗത്തോടെ കണ്ട മശിഹയെ കുറിച്ചുള്ള ദൈവശബ്ദം അവർക്കത് കാണാൻ പറ്റിയില്ല. സ്തോത്രം. അതുകൊണ്ട് പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ വായിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് വരുവാനുള്ള രക്ഷയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവരിത് എഴുതിയത് തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ. പ്രവചിച്ച പ്രവാചകന്മാർക്ക് കാണാൻ കഴിയാത്തതിനെ കണ്ടെത്തുന്ന ഒരു ജനറേഷൻ. ഇത് ആത്മതലത്തിൽ വചനങ്ങളായി, വെളിപ്പാടുകളായി പിടിച്ചെടുത്ത പഴയ നിയമത്തിലെ പ്രാർത്ഥനാ വീരന്മാർക്ക് തൊടാൻ കഴിയാത്ത ഒരു ആത്മതലത്തെ പിടിക്കുന്ന ഒരു തലമുറയെ ഇന്ന് പകലിൽ ഈ സഭയ്ക്കകത്ത് കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് ഈ വചനം കൊണ്ട് കർത്താവ് ഇടപെട്ടാൽ അത് എനിക്കുള്ള ദൂതാണെന്ന് ആത്മാവിൽ പിടിക്കാൻ. ഇത് നിന്റെ രോഗം മാറുന്ന ദൂതല്ല, ഇത് നിന്റെ ദാരിദ്ര്യം പൊട്ടുന്ന ദൂതല്ല, ഇത് നിന്റെ ശൂന്യത മാറുന്ന ദൂതല്ല. ഈ പ്രപഞ്ചത്തിൽ ഇനി നടക്കാനുള്ള ഉണർവുകളെ കുറിച്ച് മോശയും പ്രവാചകന്മാരും എഴുതിയവനെ ഞാൻ കണ്ടെത്തിയെന്ന്. ഫിലിപ്പോസിന്റെ ടെസ്റ്റിമണി കണ്ടോ? ആരാ മോശ? പഴയ നിയമത്തിന്റെ മധ്യസ്ഥനല്ലേ? 80-ാമത്തെ വയസ്സിൽ ഹോരേബിലിട്ട് പുറത്തെടുത്ത്, പിന്നത്തേതിൽ സീനായിലിട്ട് നിയോഗം കൈമാറി, ഒടുവിൽ നെബോ മലമുകളിൽ പിസ്കയുടെ മുകളിൽ മഹത്വത്തിനകത്ത് മറച്ച പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ. സ്തോത്രം. ആ മോശ എഴുതി വെച്ചവനെ സ്തോത്രം വേണ്ട തെരുവിൽ ഒരുവൻ കണ്ടെത്തുക. അന്ന് മോശയും പ്രവാചകന്മാരും എഴുതിയവനല്ല ഇന്ന് പാലസ്തീന്റെ മണ്ണിൽ കൂടെ നടക്കുന്നേ.
അന്ന് മോശയും പ്രവാചകന്മാരും എഴുതിയവനല്ലേ ഗലീലിലെ കാനാവിൽ ഒരു വിവാഹ വീടിനകത്തേക്ക് കയറി ചെല്ലുന്നേ. അന്ന് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ എഴുതി വെച്ചവനല്ലേ ബെഥെസ്ദയിലെ 38 കൊല്ലത്തെ രോഗിയെ സൗഖ്യമാക്കുന്നത്. അവനല്ലേ കുരുട്ട് കണ്ണിനെ തുറന്നത്. അവനല്ലേ മുടന്തുള്ളതിനെ തുള്ളിച്ചത്. അവനല്ലേ മരിച്ചതിനെ ഉയർപ്പിച്ചത്. അവനല്ലേ തെരുവിൽ ദൈവരാജ്യം വെളിപ്പെടുത്തിയത്. ആത്മാവ് ഇടപെടുന്നു. ഇവിടുത്തെ തെരുവുകളിൽ ദൈവത്തിന്റെ മഹത്വത്തെ ചലിപ്പിക്കേണ്ടതിനായി ഞാൻ എന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എനിക്കറിയില്ല, ഈ ദൂതിന്റെ മധ്യ ആത്മാവ് ഇങ്ങനൊരു വാചകം പറയുന്നു. യേശുവിനെ കണ്ടെത്തുന്ന ഒരു തലമുറ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ അകത്ത്, ജീവിതത്തിന്റെ തകർച്ചകളുടെ അകത്ത്, ജീവിതത്തിന്റെ വേദനകളുടെ അകത്ത് യേശുവിനെ കണ്ടെത്തുന്ന ഒരു തലമുറയെ ആത്മാവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. ഇസ്രായേലിൽ ഒരു പഴഞ്ചൊല്ലായിരുന്നു വെച്ചാൽ അത് നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? മുക്കുവന്മാർ മാത്രമുള്ള ഇരുട്ട് മൂടിക്കിടക്കുന്ന അപരിഷ്കൃതരായ, ഒരു പരിധിക്കപ്പുറം വിദ്യാഭ്യാസമില്ലാതെ, ഒരു പരിധിക്കപ്പുറം സാമൂഹിക ഔന്നിത്യമില്ലാതെ അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടം കിടന്ന ദേശത്ത് ഒരു നന്മയും വരത്തില്ലെന്ന് ആത്മലോകത്തൊരു ചൊല്ലല്ല, അതൊരു പഴഞ്ചൊല്ലായിരുന്നു. നഥനയേൽ അത് കേട്ടിട്ടുണ്ട്, സ്തോത്രം. പക്ഷേ നഥനയേലിന് കേട്ടറിവേ ഉള്ളൂ, ഫിലിപ്പോസിന് കണ്ടറിവാ. കേട്ടതിനേക്കാൾ പവർഫുള്ളാ കാണുന്നത്. നഥനയേൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവൻ കേട്ടതാ, പക്ഷെ ഫിലിപ്പോസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവൻ കണ്ടറിഞ്ഞതാ. ഇന്ന് ഞാൻ പറയുന്നു, കേട്ടതല്ല നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന, നീ ചിലത് നേരിട്ട് കാണാൻ പോകയാ. ഇന്നലെ വരെ കേട്ടത് ഒരു നന്മയും ഉണ്ടാകത്തില്ലെന്നാ, പക്ഷേ അതേ ദേശത്ത് അതേ സാഹചര്യത്തിൽ തന്നെ നന്മ വെളിപ്പെട്ട് വരുന്നത് കാണുവാൻ ദൈവം ചിലരുടെ കണ്ണുകളെ അത്ഭുതകരമായി തുറക്കാൻ പോകയാ. ചേർന്ന് കരം ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നഥനയേൽ ചോദിച്ചു. എന്നാൽ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, ഇവൻ ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഒന്നാമത്തെ ദൂത്, നസറേത്തിൽ നിന്ന് പ്രവാചകൻ വരും. ശ്രദ്ധിച്ചേ, ഒരു നന്മയും വരത്തില്ലെന്ന് മനുഷ്യർ ഏറ്റുപറഞ്ഞ് പഴഞ്ചൊല്ലായി തീർന്ന ഒരു ദേശം, ആ ദേശത്ത് നിന്ന് കാലഘട്ടത്തിന്റെ പ്രവാചകൻ എഴുന്നേൽക്കുക. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ചിലരുടെ മീതെ അങ്ങനത്തെ ഒരു പ്രോഫറ്റിക് റലം കർത്താവ് ഓപ്പൺ ആക്കാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ മറ്റൊരാളുടെ നാവിലൂടെ കേട്ടറിയാനല്ല, തുറന്ന സ്വർഗത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് അത് കേട്ടറിയുവാൻ കർത്താവിന്റെ നിയോഗങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. പണ്ട് പഴയ നിയമത്തിനകത്തൊരു സ്ത്രീ എഫ്രൈം മലനാട്ടിൽ റാമയ്ക്കും ബഥേലിനും ഇടയിൽ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ച ഒരു സ്ത്രീ. അവളെ ബൈബിൾ ആദ്യം അഡ്രസ് ചെയ്യുന്നത് ലെപ്പിദോത്തിന്റെ ഭാര്യ എന്ന. സ്തോത്രം. ലെപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോര അവൾക്ക് പ്രാർത്ഥിക്കാൻ ഒരിടമില്ല. സ്തോത്രം. റാമയ്ക്കും ബഥേലിനും ഇടയിൽ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ പ്രാർത്ഥനയ്ക്കിടമാക്കിയ സ്ത്രീ. അന്ന് അവൾ അറിഞ്ഞില്ല, ആ പോർട്ടലിന്റെ കീഴെ ഞാൻ പ്രാർത്ഥിക്കാനിരുന്നാൽ അടുത്തൊരു കാലഘട്ടം ഇസ്രയേലിനെ ന്യായപാലനം ചെയ്യാനൊരു നിയോഗം എൻ്റെ മീതെ കർത്താവ് കൈമാറും. ഇന്ന് എന്നെ കേൾക്കുന്ന ചില സഹോദരിമാരോട് ഈ തിരുവചന അടിസ്ഥാനത്തിൽ വചന വെളിപ്പാടിനകത്ത് ഇന്ന് ആത്മാവ് ദൂത് കൈമാറുകയാ. വീടിന്റെ 4 ചുവരിനകത്ത് ഒതുങ്ങുന്നതല്ല നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പോ. കിച്ചണും ഡൈനിങ് ഹാളും ബെഡ്റൂമും കൊണ്ട് തീരാനുള്ളതല്ല നിന്റെ ഭാവി. രാജ്യത്തിന് ന്യായപാലനം നടത്തുവാൻ 12 ഗോത്രങ്ങളും മുമ്പിൽ വന്ന് നിരന്നു നിൽക്കുമ്പോൾ 12 ഗോത്രത്തിനെ അടക്കി വാഴുവാൻ ന്യായപാലനം ചെയ്യുവാനുള്ള പ്രവാചക നിയോഗം ദെബോറയുടെ മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറിയതുപോലെ ഈ സീസണിൽ ഇന്ത്യൻ ചർച്ചിന്റെ മീതെ ഒരു പ്രവാചക നിയോഗത്തോടെ നിന്നെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന് ആത്മാവ് പറഞ്ഞാൽ അതെനിക്കുള്ള ദൂതാണെന്ന് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് മഹത്വം കൊടുത്തു. നിന്റെ മീതെ കർത്താവ് തമ്പുരാൻ അതിനെ തുറക്കുകയാ. ഇന്ന് പകല കുരുക്ക് അടിയട്ടെ, ഇന്ന് പകല കെട്ട് പൊട്ടട്ടെ. അടുത്ത സീസണിലേക്കുള്ള എഴുന്നേൽപ്പിനെ പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ. അത് ചിലരുടെ മീതെ വന്ന് വീഴുന്നു. ഈ വചനം എനിക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ കർത്താവ് അത് ഇതിനകത്ത് വെളിപ്പെടുത്തുകയാ. സ്ത്രീ ബലഹീന പാത്രമാണെന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തിയ ഒരു കാലഘട്ടത്തെ പൊളിച്ചുകൊണ്ട് ഇന്ത്യൻ ചർച്ചിന്റെ ഗതിയെ തിരിക്കേണ്ടതിനായി അടുത്ത സീസണിൽ ഞാൻ ചില ദബോരമാരെ പുറത്തെടുക്കുന്നു.
നിന്റെ വീടിനുള്ള ദൂത് ദൈവം നിന്റെ നാവിൽ തരുന്നു. നിന്റെ തലമുറയ്ക്കുള്ള ദൂത് ദൈവം നിന്റെ നാവിൽ തരുന്നു. നീ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ദൂത് ദൈവം നിന്റെ നാവിൽ തരുന്നു. ഇവിടുത്തെ തെരുവുകളിൽ കൈമാറാനുള്ള ദൈവിക നിയോഗത്തെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ നാവിലേക്ക് കൈമാറുകയാ. ഈ കാലഘട്ടത്തിൽ ആരും കേൾക്കാത്ത ദൈവശബ്ദത്തെ നിന്റെ കാതുകൊണ്ട് കേൾക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ തുറക്കുകയാ. നമ്മുടെ ചർച്ചിനകത്ത് സഹോദരിമാരുടെ മീതെ വലിയ നിയോഗങ്ങൾ വന്ന് വീഴാൻ പോകുന്നു. വിസ്മർത്തരാന ശാക്തീകരണം നടക്കാൻ പോകുന്നു. ശാക്തീകരണം നടക്കാൻ പോകുന്നു. ശക്തി പ്രാപിക്കാൻ പോകുന്നു. ശക്തി പ്രാപിക്കാൻ പോകുന്നു. ശക്തി പ്രാപിക്കാൻ പോകുന്നു. നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുവോ? ഉത്തരം, നസ്രേത്തിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേക്കും. നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുവോ? ഉത്തരം, നസ്രേത്തിൽ നിന്ന് പ്രവാചകിമാർ എഴുന്നേക്കും. PMG സാഗേരിന്ന് വല്ല നന്മയും വരുവോ? ആത്മാ ഉത്തരം തരുന്നു. ഈ ചർച്ചിനകത്ത് നിന്ന് രാജ്യത്തെ തിരിക്കുന്ന പ്രവാചക നിയോഗത്തോടെ ഞാൻ എന്റെ മക്കളെ എഴുന്നേൽപ്പിക്കും. ആർക്കൊക്കെ വേണ്ടി കർത്താവ് അതിനെ തുറക്കുന്നല്ലോ, 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 തുറക്കുന്നല്ലോ. സ്ക്രീൻ ഇട്ട് കാണുന്നത് പോലെ എഫ്രൈം മലനാട്ടിലെ ഈന്തപ്പനയുടെ ചോട്ടിൽ ഡബോര സ്ക്രീനിൽ കണ്ടതുപോലെ രൂബേനും ശിമയോനും ലേവിക്കും യഹൂദയ്ക്കും ഇസാഖാറിനും നഫ്താലിക്കും 12 ഗോത്രത്തിനും കൈമാറാനുള്ള നിയോഗത്തെ സ്ക്രീനിൽ പിടിച്ചെടുത്തതുപോലെ ദൈവം പറയുന്നു, CTക്കും MRIക്കും സോണോഗ്രാഫിക്ക് ഒന്നും പിടിക്കാൻ പറ്റാത്തത് നിന്റെ പ്രവചനത്തിന്റെ കണ്ണുകൊണ്ട് പിടിച്ചെടുക്കാൻ മെഡിക്കൽ ഐസിയുവിനകത്തും നിയോണേറ്റൽ ഐസിയുവിനകത്തും ദൈവരാജ്യത്തിന്റെ മഹത്വം പ്രദർശിപ്പിക്കാൻ മെഡിക്കൽ ഐസിയുവിനകത്തും നിയോണേറ്റൽ ഐസിയുവിനകത്തും ചികിത്സ കൊണ്ട് നടക്കാത്തത് കരം വെച്ച് സൗഖ്യമാക്കാൻ നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് ചിലര് പറഞ്ഞ പഴഞ്ചൊല്ലിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിർത്തലാക്കുന്നു. ആ സൗഖ്യം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളെന്ന്, ആ ശുശ്രൂഷ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളെന്ന്, ഈ സിറ്റിക്കകത്ത് മറ്റൊരുത്തർക്കും പൂർത്തീകരിക്കാൻ കഴിയാത്ത ആ ദൈവരാജ്യത്തിന്റെ പ്രോജക്റ്റിനെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തെളിയിക്കാൻ പോകയാ. ഞാൻ ആ പഴഞ്ചൊല്ലിനെ നിർത്തലാക്കും. ഇനി അവരത് ഉപയോഗിക്കത്തില്ല. ഇനി അത് അവർ ഉപയോഗിക്കുകയില്ല. ഞാൻ ആ ശബ്ദം വീണ്ടും കേൾക്കുന്നു. എന്നെ അനുവദിക്കുക, എന്നെ അനുവദിക്കുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, എന്നെ അനുവദിക്കുക. We welcome Holy Spirit. We welcome Holy Spirit. ഞങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. അങ്ങേക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ, ഈ ജനത്തിന് വേണ്ടി അങ്ങേക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ. ഭാഷകളുടെ ജ്ഞാനം, ശക്തമായൊരു മൂവിന് വേണ്ടി, രാജ്യം ഇതുവരെ കാണാത്തൊരു മൂവിന് വേണ്ടി കർത്താവ് ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുന്ന പകൽ. Glory to Jesus. Glory to Jesus. Glory to Jesus. രാജ്യം ഇന്ന് ഈ പകലിൽ സ്വാതന്ത്ര്യം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വേണ്ട ഇതിനകത്ത് ആത്മതലത്തിനകത്തൊരു സ്വാതന്ത്ര്യം വെളിപ്പെട്ട് വരികയാ. ഒരു സ്പിരിച്വൽ ഫ്രീഡം ഇതിനകത്ത് ഓപ്പൺ ആകുന്നു. ഒരു പ്രൊഫറ്റിക്കൽ ഫ്രീഡം ഇതിനകത്ത് ഓപ്പൺ ആകുന്നു. ഒതുക്കപ്പെട്ട മേഖലകളുടെ അകത്ത് നിന്നും ആത്മീക ശുശ്രൂഷകളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് സഭ നയിക്കപ്പെടുന്ന ഒരു ദൈവകൃപയെ. നഥനയേലേ, നീ പറഞ്ഞത് നീ കേട്ടതാ, പക്ഷെ ഫിലിപ്പോസ് പറയുന്നത് അവൻ കണ്ടതാ. ഒരു തലമുറ കേട്ട ചില പഴഞ്ചൊല്ലുകളെ തിരുത്തുന്ന ചില ദൈവപ്രവർത്തികളെ കാണേണ്ടതിനായി ഇതിനകത്ത് ആരാധിക്കുന്ന ദൈവമക്കളുടെ മീതെ ആ മഹത്വം തുറന്നു വരട്ടെ. ഞാൻ ആ പഴഞ്ചൊല്ലിനെ നിർത്തലാക്കും. നസ്രേത്തിൽ നിന്ന് ഒരു നന്മയും പുറത്തു വരത്തില്ലെന്ന് പഴഞ്ചൊല്ല് പറഞ്ഞ് പരിഹസിച്ചവർ തന്നെ ഏറ്റുപറഞ്ഞു. നസ്രേത്തിൽ നിന്ന് പ്രവാചകൻ പുറത്തു വന്നു.
ഞാൻ ആരോടോ പറയുന്നു, കർഷകരും അടിമകളും മാത്രം തലപൊക്കിയ ചില വീടിനകത്ത് നിന്ന് ചില പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി അടുത്ത തലമുറകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുക. ഒരു പരിധിക്കപ്പുറം നീ പുറത്തു വരത്തില്ലെന്ന് മനുഷ്യർ പറയുമ്പോൾ നിന്റെ പരിധികളെയും പരിമിതികളെയും തകർത്തു മാറ്റേണ്ടതിനായി ഇന്ന് പകലിൽ ദൈവത്തിന്റെ ഗ്ലോറി നിന്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ഇരുട്ട് നിറഞ്ഞ ദേശത്തേക്ക് വെളിച്ചമടിച്ചാൽ, ഇരുട്ട് നിറഞ്ഞ ദേശത്തേക്ക് വെളിച്ചമടിച്ചാൽ ആ വെളിച്ചം വ്യാപരിക്കുമ്പോൾ ചില പഴഞ്ചൊല്ലുകൾ പൊട്ടും. ഗ്ലോറി ടു ജീസസ്. നസ്രേത്ത്, ഗലീല ഇരുട്ട് മൂടിക്കിടന്ന ദേശം. പക്ഷെ ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ. നക്ഷത്രങ്ങൾ അവൻ അടയാളമായി. ലോകത്തിന്റെ വെളിച്ചം അവിടെ ഉദിച്ചപ്പോൾ സ്തോത്രം, വേണ്ട ഒരു പഴഞ്ചൊല്ലിനെ കർത്താവ് ക്യാൻസൽ ചെയ്യുക. നഥനയേൽ പറഞ്ഞത് കേട്ടുകേൾവിയാ, പക്ഷെ ഫിലിപ്പോസ് പറയുന്നത് കണ്ടറിഞ്ഞതാ. നഥനയേലിന്റെ ചോദ്യത്തിന് വേണ്ട ഒന്നാമത്തെ ഉത്തരം, നസ്രേത്തിൽ നിന്ന് പ്രവാചകൻ വരും. നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? വീട്ടിൽ നിന്ന് വല്ല നന്മയും പുറത്തു വരുമോ? ഇന്ന് പകൽ തൻ്റെ ഇടത്തോടെ പറഞ്ഞോണം, എൻ്റെ കുടുംബത്തിനകത്ത് നിന്ന് രാജ്യങ്ങളുടെ പ്രവാചകന്മാർ എഴുന്നേക്കും. രാജ്യങ്ങളെ ദൈവത്തെങ്കിലേക്ക് നയിക്കാൻ, തകരുന്നൊരു തലമുറയെ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് തിരിക്കാൻ എൻ്റെ വീടിനകത്ത് പ്രവാചക തലമുറ എഴുന്നേക്കുമെന്ന്. ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്ത ഒരു സഹോദരിയായിരുന്നു ഹന്ന. ശീലോവിലെ സമാഗമന കൂടാരത്തിന്റെ പ്രാകാരങ്ങളിൽ വന്നിരുന്ന് ഹന്ന കരയുമ്പോൾ ഹന്നയുടെ പ്രാർത്ഥന ശ്രദ്ധേയമാണ്. വൈകാരികമായിട്ട് കരയുക, നാവ് ചലിക്കുന്നില്ല. എലി പുരോഹിതൻ വന്ന് ഹന്നയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എത്രത്തോളം ഇങ്ങനെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കും? ഇപ്പൊ എഴുന്നേറ്റ് വന്ന ഹന്നയുടെ മറുപടി, യജമാനനെ, ഞാൻ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിട്ടില്ല, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ. നിന്ദിക്കുന്ന വാക്കിന്റെ മുൻപിലും സ്തോത്രം, ഹന്നയോട് ഏലി ചോദിക്കുന്ന ചോദ്യം, നീ ലഹരി പിടിച്ചിരിക്കുകയാണോ? ആത്മലോകത്തിൽ നിന്ന് നിന്നയുടെ വാക്കുകൾ കണ്ടോ. ഈ വാക്ക് കേൾക്കുമ്പോഴും ഹന്ന ഏലിയെ വിളിക്കുന്നത് യജമാനനെ, അഡോണായി എന്നൊരു വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. യജമാനനെ എന്ന് ഹന്ന വിളിക്കുമ്പോൾ സ്തോത്രം, അന്ന് വരെ അടഞ്ഞിരുന്ന അവിടെ ഉദരത്തെ തുറക്കുന്നൊരു ദൈവശക്തിയല്ലേ അവിടെ വ്യാപരിച്ചേ. ഗ്ലോറി ടു ജീസസ്. ആ ഉദരം ഒരു കുഞ്ഞിനെ വഹിക്കാൻ സാധ്യതയില്ലാത്ത ഉദരവാ. ബലഹീനമായ, വീക്കായ ഒരു ഉദരത്തിനകത്ത് ഒരു കുഞ്ഞിനെ കർത്താവ് ജനിപ്പിക്കുക. ശീലോവിലെ സമാഗമന കൂടാരത്തിന്റെ പ്രാകാരങ്ങളിൽ അമ്മ ഇരുന്ന് കരഞ്ഞപ്പോൾ അതേ കൂടാരത്തിന്റെ അകത്ത് വളരാനുള്ള ഒരു ജനറേഷനെ കർത്താവ് അവിടെ കൈമാറിയില്ലേ? കരയുന്ന ചില മാതാപിതാക്കളോട്, ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ കണ്ണ് നനയുന്ന ചില പിതാക്കന്മാരോട്, അമ്മമാരോട് കർത്താവ് തന്റെ വചനം കൊണ്ട് ഇടപെടുകയാ. സാന്നിധ്യത്തിന്റെ അകലം പാലിച്ചിരുന്ന് നിങ്ങൾ കരയുമ്പോൾ സാന്നിധ്യത്തിനകത്ത് വളരുന്ന ഒരു തലമുറയെ ദൈവത്തിന്റെ ആത്മാവ് അതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ആലയം വിട്ടുപിരിയാതെ ആലയത്തിനകത്തെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് വളരുന്ന ശമൂവേൽ പ്രവാചകനെ പുറത്തെടുക്കാനുള്ള ദൈവിക നിയോഗം അന്ന് കർത്താവ് അതിനകത്ത് കൈമാറിയെങ്കിൽ ചില ചൊല്ലുകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റിക്കളയട്ടെ. ജയം 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 ജയം. കർത്താവ് ചിലരോട് പറയുന്നു, നിന്റെ കണ്ണുനീരിന് കർത്താവ് പ്രതിഫലം തരാൻ പോവാ. ദൂതനെ കർത്താവ് ഡൈവേർട്ട് ചെയ്യുക. ശീലോവിലെ സമാഗമന കൂടാരത്തിന്റെ പ്രാകാരങ്ങളിൽ നിന്ന് ഹന്ന കരയുക. വീട്ടിൽ പെനീനയുടെ കുത്തുവാക്കുകൾ, കുഞ്ഞ് ജനിക്കാനോ അതിനെ വളർത്താനോ സാധ്യതയില്ലാതെ ഒരുപക്ഷെ മച്ചി എന്ന് വിളിച്ചു കാണുകളെ അങ്ങനെ അഡ്രസ് ചെയ്ത് കാണും. അങ്ങനെ ആ വാക്ക് കേട്ട് നിരാശപ്പെട്ട് കരയുന്ന ഹന്ന ദൈവാലയത്തിനകത്ത് മഹത്വം കണ്ടു. പിറ്റേയാണ്ടിൽ വാഗ്ദത്തമായിട്ട് കയറി വരുമ്പോൾ ഏലി പുരോഹിതനോട് ഹന്ന പറയുന്നൊരു സാക്ഷ്യമുണ്ട്, അന്ന് ഞാൻ കരഞ്ഞത് ഇവന് വേണ്ടിയാ. കൂടെ കിടത്തി, കൂടെ കയ്യിലിരുത്തി വളർത്തേണ്ട സമയം കഴിഞ്ഞപ്പോൾ കൊച്ചിനെ അവൾ ആലയത്തിനകത്ത് കൊണ്ടാക്കി. അവൻ ആലയത്തിനകത്ത് വളരുക. ശമൂവേലിനെ നിങ്ങൾ നോക്കിക്കേ, ആണ്ടിലൊരിക്കൽ അമ്മയെ കാണുന്നത്, വർഷത്തിലൊരിക്കൽ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം, ആണ്ടിലൊരിക്കൽ ഒരു പഞ്ഞിനൂല് കൊണ്ട് ഒരു കുപ്പായം തുന്നിക്കൊണ്ട് അമ്മ വരും. വർഷത്തിൽ ഒരു ഉടുപ്പാവന്, വർഷത്തിൽ ഒരിക്കൽ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം. അവൻ ആലയത്തിലെ നിവേദ്യമാണ് ഭക്ഷിക്കുന്നത്.
സ്തോത്രം. അവനെ യഹോവയ്ക്ക് വൃതസ്ഥനാക്കി അവന്റെ തലയിൽ ക്ഷൗരക്കത്തി വെക്കാതെ ദൈവാലയത്തിനകത്തൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ഹന്നെ അറിയുന്നില്ല, അടുത്തൊരു കാലഘട്ടം ദാൻ മുതൽ ബേർഷേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിട്ട് ഞാൻ അവനെ വളർത്താൻ പോകയാ. ഒരു നന്മയും പുറത്തു വരത്തില്ലെന്ന് വീടിനകത്തും പുറത്തും നിന്നെ അനുഭവിച്ച ഹന്നയോട് ദൈവത്തിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. നിന്റെ ഉദരത്തിനകത്ത് തന്നെ രാജ്യത്തിന്റെ പ്രവാചകനെ പുറത്തെടുക്കാനുള്ള ദൈവിക നിയോഗത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോ കർത്താവ് എനിക്ക് ഉറപ്പ് തരുന്നു, ചിലതിന്റെ ഒക്കെ നിന്നയെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റാൻ പോകയാ. ദുർബലമായൊരു യൂട്രസിനകത്ത്, ബലഹീനമായൊരു ഉദരത്തിനകത്ത് ഒരു കുഞ്ഞ് ജനിക്കുക. വളരാൻ സാധ്യത ഇല്ലാത്തടത്ത് 9 മാസവും 9 ദിവസവും 9 വിനാഴികയും ദൈവം അവനെ അവിടെ വളർത്തി. സ്തോത്രം. ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയില്ലെന്ന് വിധി എഴുതിയവരുടെ കണ്ണിന്റെ മുമ്പിൽ ആ കുഞ്ഞിനെ രാജ്യത്തിന് അഭിമാനവും അനുഗ്രഹവുമായി വളർത്തുവാൻ ആ മാതാവിന് കർത്താവ് കരുത്ത് പകർന്നില്ലേ? ശമൂവേലിനെ ബൈബിൾ ഇങ്ങനെയാ പരിചയപ്പെടുത്തുന്നത്, ദാൻ മുതൽ ബേർഷേബ വരെ അവൻ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. ഇവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ദാന, ഇവന്റെ ഡെസ്റ്റിനി ബേർഷേബയാ. ഉണ്ടോ? രാജ്യത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ. സ്തോത്രം. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ടതിനായി കർത്താവ് ചിലരെ ഇന്ന് വേർതിരിക്കട്ടെ. കേരളം മുതൽ ജമ്മു വരെ, അരുണാചൽ മുതൽ ഗുജറാത്ത് വരെ 28 സ്റ്റേറ്റുകളെയും തൊടുന്ന ദൈവത്തിന്റെ നിയോഗത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയിലെ ചില യൗവനക്കാരുടെ മീതെ കൈമാറുകയാ. ആർക്കും നിന്നെ ഒരു പരിധിക്കകത്ത് ഒതുക്കാൻ പറ്റത്തില്ല, ആർക്കും നിന്നെ ഒരു ബൗണ്ടറിക്കകത്ത് പൂട്ടാൻ പറ്റത്തില്ല. പരിധികൾക്കും പരിമിതികൾക്കും അപ്പുറമായി കർത്താവിന്റെ നിയോഗത്തെ വെളിപ്പെടുത്തേണ്ടതിനായി ആ നിലകളിൽ ഒരു ഉന്നതമായിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ തലത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മക്കൾക്ക് വേണ്ടി പകരുക. സാമുവേലിന്റെ ശുശ്രൂഷയുടെ റേഞ്ച് നിങ്ങൾ കണ്ടോ? ഞാൻ ദൈവരാജ്യത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ നിങ്ങളോട് പറയാം. ഉപയോഗിക്കപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സിനോട് ഞാൻ പരിശുദ്ധാത്മാവിൽ കൈമാറുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ നാമത്തിൽ പ്രയോജനപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ദൂതിനെ നിങ്ങൾ ഹൃദയത്തിൽ വഹിക്കണം. ശമൂവേലിന്റെ റേഞ്ച് രാജ്യത്തിന്റെ ഒരറ്റം മുതൽ ദാൻ മുതൽ അങ്ങേയറ്റം ബേർഷേബ വരെ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ദാന, ഫിനിഷിംഗ് പോയിന്റ് ഡെസ്റ്റിനി ബേർഷേബയ. ഇങ്ങനെ ഓടി നടന്ന് പ്രവചിക്കുക. രാജ്യത്തിന്റെ ഒരതിര് മുതൽ അങ്ങേ അതിര് വരെ ശമൂവേലിനെ ഉപയോഗിക്കാൻ എന്നാ കാരണമെന്നറിയാമോ? ഒരു കാലഘട്ടം ദൈവം നിയോഗിച്ച സമയം മുഴുവൻ ആലയത്തിനകത്തവൻ വിശ്വസ്തയോടെ നിന്നു. ദൈവാലയത്തിനകത്തവൻ വിശ്വസ്തയോടെ നിന്നു. ശമൂവേലിന്റെ സീനിയർ ശുശ്രൂഷകൻ ഏലി പുരോഹിതന്റെ കൈക്കീഴെ ദൈവാലയത്തിനകത്ത് അവൻ വിശ്വസ്തയോടെ നിന്നു. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ ശമൂവേൽ ബാലനോ യഹോവയുടെ ആലയത്തിൽ ദൈവത്തിന്റെ പെട്ടകത്തിനരികിൽ ആ വിളക്ക് കെടുന്നതിന് മുമ്പ് അവൻ അതിനരികിൽ വന്ന് കിടന്നുറങ്ങി. ഇവന്റെ ഉറക്കം പോലും സാന്നിധ്യത്തിനകത്താ. ദൈവാലയത്തിന്റെ ആ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന മിനോറ, കവരവിളക്ക് 7 ദീപങ്ങളാ. 7 ദീപങ്ങളാൽ ഈ വിളക്കിങ്ങനെ കത്തി നിൽക്കുമ്പോൾ ഈ വിളക്കിനെ കത്തിക്കുന്ന എണ്ണ എന്താണെന്നറിയാമോ? ഇടിച്ചെടുത്ത ഒലിവിന്റെ തെളിവുള്ള എണ്ണ കൊണ്ടാ. ഒലിവ് ചതയാൻ, ഇടിയാൻ അല്പം പ്രയാസമാ. യവം ചതയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മുന്തിരിച്ചക്കിനകത്ത് മുന്തിരി ചതയുന്നത് പോലെ ഒലിവ് ചതയില്ല. സ്തോത്രം. ഒലിവിനെ ഇടിച്ച് ചതയ്ക്കുമ്പോൾ അല്പം പെയിൻഫുള്ളാ. സ്തോത്രം. ഒലിവിനോട് ദൈവത്തിന് പറവാനൊരു വാക്കുണ്ട്. സ്തോത്രം. മറ്റാരും ചതയാത്ത നിലയിൽ നിങ്ങൾ ചതയുന്നുണ്ടെങ്കിൽ, മറ്റാരും ഉടയാത്ത നിലയിൽ നിങ്ങൾ ഉടയുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പാ, നീ ഉടയുമ്പോൾ നിന്റെ അകത്ത് നിന്നൊരു എണ്ണ പുറത്തു വരാൻ പോകയാ. നിന്നെ ഉടയ്ക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒലിവേ, ആ സമാഗമന കൂടാരത്തിനകത്ത് 7 ദീപങ്ങളാൽ കത്തി നിൽക്കുന്ന ആ വിളക്കിനെ കത്തിക്കാനുള്ള എനർജിയാ നിന്റെ അകത്ത് നിന്ന് പുറത്തു വരുന്നത്. പല പ്രതിസന്ധിയുടെ മുമ്പിൽ നീ ഉടയുമ്പോൾ, പല പ്രതികൂലത്തിന്റെ മുമ്പിൽ നീ ചതയുമ്പോൾ, അങ്ങനെ ഉടഞ്ഞ് ചതഞ്ഞ് അതിന്റെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ചില ദൈവമക്കളെ അവരുടെ ഹൃദയം തൊട്ട് ദൈവാത്മാവ് ഇടപെടുകയാണ്. മറ്റൊരുത്തരെയും ഉപയോഗിക്കാത്ത നിലയിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോയാ. ആലയത്തിന് പുറത്ത് നിങ്ങൾ ഉടയുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പാ, ആലയത്തിന്റെ ദീപത്തെ കത്തിക്കുന്ന എണ്ണയാക്കി ദൈവം നിങ്ങളെ മാറ്റാൻ പോകയാ. രക്തത്താൽ ജയം. അപ്പൊ ശമൂവേൽ ഉറങ്ങുന്നത് ഇടിച്ചെടുത്ത ഒലിവിന്റെ തെളിവുള്ള എണ്ണ കൊണ്ട് കത്തി നിൽക്കുന്ന 7 ദീപങ്ങളാൽ കത്തി നിൽക്കുന്ന മിനോറയുടെ അരികില. അവിടെ അവൻ ദൈവശബ്ദം കേട്ടു. ദൈവം കൽപ്പിച്ചാക്കിയ പർട്ടിക്കുലർ ടൈം ദൈവാലയം വിട്ടുപിരിയാതെ അതിനകത്ത് കീഴ്പ്പെട്ട് വിശ്വസ്തയോടെ നിന്നവൻ ദൈവത്തിന്റെ നിയോഗം തുറന്നു വന്നപ്പോൾ രാജ്യം മുഴുവൻ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി.
രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണോ? ദൈവം നിങ്ങളെ ആക്കി വെച്ച സ്പിരിച്വൽ ലീഡർഷിപ്പിന്റെ കീഴിൽ, മീഡിയ പ്ലാറ്റ്ഫോമിൽ, എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും രാജ്യത്ത് ഈ സന്ദേശം കേൾക്കാൻ നിങ്ങൾ സാധ്യതയുണ്ടെങ്കിൽ കർത്താവ് ഈ തിരുവെടുത്തുകൊണ്ട് നിങ്ങളോട് ഇടപെടുകയാ. ഈ കാലഘട്ടത്തിൽ യൂണിവേഴ്സൽ ചർച്ചിന് വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്താ അതിന്റെ സീക്രട്ട്? ദൈവം ആക്കി വെച്ച സ്പിരിച്വൽ ലീഡർഷിപ്പിന്റെ കീഴിൽ, ദൈവം ആക്കി വെച്ച സഭയുടെ ആ കർത്തൃത്വത്തിന്റെ കീഴിൽ വിശ്വസ്തയോടെ നിന്നു. അവിടെ വിശ്വസ്തയോടെ നിൽക്കാൻ ഒരു കാലഘട്ടമുണ്ടെങ്കിൽ രാജ്യത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ ഒരു കാലഘട്ടത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വേർതിരിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. ഒരു നന്മ പുറത്തു വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞതാ ഹന്നയെ നോക്കി. ആ ഹന്നയിൽ നിന്ന് തന്നെ പ്രവാചകൻ പുറത്തു വന്നു. എന്നെ ചിന്തിപ്പിച്ചത്, ഇപ്പോൾ എനിക്ക് കർത്താവ് തരുന്ന ദൂതും ആശയവും അതല്ല. ഇവന്റെ തുടക്കം ദാന, ഇവന്റെ അവസാനം ബേർഷേബയ. ദാനിനൊരു പ്രത്യേകതയുണ്ട്. യാക്കോബ് അഥവാ ഇസ്രയേൽ മരിക്കാൻ തുടങ്ങുമ്പോൾ തൻ്റെ 12 മക്കൾ 12 ഗോത്രത്തെയും അടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ ദാൻ ഗോത്രത്തോട് പറയുന്നൊരു ദൂതിത. സ്തോത്രം. ഉൽപ്പത്തി 49:17 ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും ആകുന്നു. ശ്രദ്ധിച്ചോണേ, ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും ആകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിയവൻ മലർന്നു വീഴും. ഇപ്പൊ ദാനിന്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? വഴി പാമ്പുണ്ട്, പാതയെ സർപ്പമുണ്ട്. സ്തോത്രം. കയറി വരുന്നവരെ ദാൻ അപ്പുറം വിടത്തില്ലെന്ന് പറഞ്ഞ്, സ്തോത്രം, കുതിരയുടെ കുതികാലിൽ കടിച്ച് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നവനെ താഴെ ഇടുന്നൊരു സ്പിരിറ്റ് ദാനിലുണ്ട്. സാമുവേൽ എന്നാ പറയുന്നറിയോ? എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ അവിടുന്ന. വഴിക്ക് മാർഗ തടസ്സം നിൽക്കുന്ന സർപ്പത്തെ ചവിട്ടിക്കൊണ്ട് അവന്റെ പ്രോജക്ട് തുടങ്ങുക. എന്നോട് ദൈവത്തിന്റെ ആത്മാവിന് ശക്തമായിട്ട് ഇടപെടുകയാ. യാത്രകൾക്ക് തടസ്സം നിൽക്കുന്ന അടുത്ത ടെറിട്ടറിയിലേക്ക് കയറാതെ, അടുത്ത ദൈവിക പ്രോജക്റ്റിലേക്ക് കയറാതെ വണ്ണം യാത്രകൾക്ക് തടസ്സം നിൽക്കുന്നതിന് സ്റ്റാർട്ടിംഗ് പോയിന്റിനകത്ത് തന്നെ കാൽ ചവിട്ടിലാക്കാൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അഭിഷേകം തരുന്നുവെന്ന് പറഞ്ഞ കർത്താവ് തമ്പുരാന്റെ അഭിഷേകത്തിന്റെ പകർച്ച. യാത്രകൾ തുറക്കട്ടെ. രാജ്യത്തിന്റെ വ്യോമ അതിർത്തികൾ പൊട്ടട്ടെ. കോണ്ടിനെന്റുകൾ ഓപ്പൺ ആകട്ടെ. കിങ്ഡം പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഈ സീസണിൽ മറ്റാർക്കുമില്ലാത്ത യാത്രകൾ. നമർത്തെ. സമാൻ ഹർത്തെ. കിട്ടത്തില്ലെന്ന് പറഞ്ഞ പഴഞ്ചൊല്ലിനെ പൊട്ടിച്ചു പുറത്തു വന്നൊരുത്തൻ. ഇങ്ങനൊരു കുഞ്ഞ് ജനിക്കത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയ സാഹചര്യത്തെ മെഡിക്കൽ റിപ്പോർട്ടുകളെ പൊട്ടിച്ചു പുറത്തു വന്നൊരുത്തൻ. ദൈവം അനുവദിച്ച സമയം മുഴുവൻ ദൈവാലയത്തിനകത്ത് വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചൊരുവൻ. അവന്റെ നിയോഗത്തിന്റെ യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ ദാൻ എന്ന പ്ലേസിൽ നിന്നാണ് തുടങ്ങുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു സ്പിരിറ്റ്. സ്തോത്രം. ഓഫർ ഒത്തിരിയുണ്ട്, സാധ്യതകൾ ഒത്തിരിയുണ്ട്, ബന്ധങ്ങൾ ഒത്തിരിയുണ്ട്, ഒത്തിരി വാഗ്ദാനങ്ങൾ കിടപ്പുണ്ട്. സ്തോത്രം. വാക്കുകൊണ്ട് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആപ്ലിക്കേഷൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ, വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ, എംബസിയിലേക്ക് ഇതിന്റെ മെയിൽ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഇതിന് തടസ്സം നിൽക്കുന്ന ഒരു സ്പിരിറ്റിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് വചനം കൊണ്ട് വെട്ടിമാറ്റാൻ പോകയാ. ആരാധിക്കുന്ന നിങ്ങളുടെ വാഗ്ദത്ത ദേശത്തേക്ക് നിങ്ങളെ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് ഏതൊക്കെ ശക്തികൾ, ഏതൊക്കെ സ്വാധീനങ്ങൾ തടസ്സം നിന്നാലോ ഇന്ന് പകൽ ആ തടസ്സത്തെ മാറ്റിമറിക്കേണ്ടതിനായി ദൈവത്തിന്റെ മഹത്വത്തെ കർത്താവ് ഇതിനകത്ത് ചലിപ്പിക്കുകയാ. അതെനിക്കുള്ള ദൂതാണെന്ന്. ഇനി ആ പഴഞ്ചൊല്ല് തുടരത്തില്ല. ദാൻ പറയും, ഇവിടെ വന്നവരെ ആരെ ഇതിനപ്പുറം ഞാൻ വിട്ടിട്ടില്ല. സ്തോത്രം. പക്ഷേ ശമൂവേൽ പറയും, എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ദാനാ. വഴിയിലെ പാമ്പ്, പാതയിലെ സർപ്പം. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നവനെ കുതിരപ്പുറത്ത് നിന്ന്, യാത്രാമധ്യത്തിൽ നിന്ന്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തന്നെ വലിച്ചു താഴെയിടുന്ന സ്പിരിറ്റ്. ഈ സ്വാധീനങ്ങൾ പ്രബലമായി നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പഴഞ്ചൊല്ലിനെ പൊട്ടിച്ചിറങ്ങി വന്നവൻ നിയോഗത്തോടെ പറയുകയാ, ഞാൻ എൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഡെസ്റ്റിനിയിലെത്തും.
ദൈവം തന്ന ഡെസ്റ്റിനേഷനിൽ നിങ്ങളെ എത്തിക്കാതെ വണ്ണോ ആ യാത്രകൾക്ക് തടസ്സം നിൽക്കുന്ന ഏത് സ്വാധീനമാണോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ അത് തകർന്നു മാറുകയാണ്. അതിനെ തകർത്ത് മാറ്റുന്നൊരു ദൈവശക്തിയുടെ വ്യാപാരത്തെ ഈ ആലയത്തിനകത്ത് കർത്താവ് കൈമാറുന്നുണ്ട്. ഇതിന്റെ 4 ചുവരിനകത്ത് അങ്ങനത്തെ ഒരു ശക്തി വെളിപ്പെട്ട് വരുമ്പോൾ വിശ്വസിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഈ ദൂതിനെ സ്വീകരിച്ചോ. അടുത്ത മിനിറ്റിലെ പ്രാർത്ഥനയിൽ ഇത് ചലിക്കുമോ എനിക്കറിയില്ല. പക്ഷെ ഈ അന്തരീക്ഷത്തിനകത്ത് അങ്ങനത്തെ ഒരു ആത്മതലം തുറന്നു വരികയാണ്. രാജ്യങ്ങളുടെ വാതിലുകൾ മിനിസ്ട്രിക്കായിട്ട് ഓപ്പൺ ആകട്ടെ. പട്ടണങ്ങളുടെ വാതിലുകൾ ശുശ്രൂഷകൾക്കായിട്ട് ഓപ്പൺ ആകട്ടെ. ദൈവരാജ്യത്തിന്റെ വലിയ പദ്ധതികൾക്ക് വേണ്ടി നിന്നെ ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടു നടക്കുന്ന ജെറുസലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മഹത്വത്തെ ചില അഭിഷക്തന്മാർക്ക് വേണ്ടി ഇതിനകത്ത് തുറന്നു വരട്ടെ. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പഴഞ്ചൊല്ലായിരുന്നത്. കർത്താവ് പറഞ്ഞു പ്രോഫറ്റ് വരും, പ്രവാചകൻ വരും. ഒരിക്കൽ എരിഹോവിന്റെ തെരുവിലൂടെ യേശു നടന്നു പോകുമ്പോൾ ആ തെരുവിൽ ഒത്തിരി യാചകർ ഇരിപ്പുണ്ട്. കുരുടനായ ഒരു യാചകൻ, തിമായിയുടെ മകൻ ബർത്തിമായി. മറ്റ് യാചകരുടെ കൂടെ, ഭിക്ഷക്കാരുടെ കൂടെ ബർത്തിമായി ഇരിപ്പുണ്ട്. അവൻ ഇതുവരെ ഭൂമി കണ്ടിട്ടില്ല, ഇതുവരെ മനുഷ്യരെ കണ്ടിട്ടില്ല, മനുഷ്യന്റെ രൂപം എന്താണെന്നറിയില്ല. ജനിച്ച കാലം മുതൽ കണ്ണിനകത്ത് ഇരുട്ട് മൂടിക്കിടക്കുക. ഇരിക്കുന്ന പട്ടണത്തിന്റെ രൂപം എന്താ അറിയില്ല മനുഷ്യന്. ഇങ്ങനെ ഒരുവൻ കേട്ടു, നസ്രായൻ ഇതുവഴി പോകുന്നുണ്ട്, നസ്രേത്തുകാരൻ ഇതുവഴി പോകുന്നുണ്ട്. സ്തോത്രം. കാഴ്ചയുള്ള പലർക്കും അവൻ നസ്രേത്തുകാരനാ, കാഴ്ചയുള്ള പലർക്കും അവൻ തച്ചൻ്റെ മകനാ. അതിനപ്പുറം നോക്കിയാൽ ചില അത്ഭുതങ്ങൾ ചെയ്യുന്നയാളാ. പക്ഷെ കണ്ണിനകത്ത് കാഴ്ചയില്ലാതെ ഇതുവരെ കണ്ണിൽ ഇരുട്ട് മൂടിക്കിടന്ന ബർത്തിമായിക്ക് ഒരു കാര്യം പിടികിട്ടി. ബർത്തിമായി വിളിച്ചൊരു വിളിയുണ്ട്, യേശുവേ ദാവീദ് പുത്ര, ദാവീദ് പുത്ര, സൺ ഓഫ് ഡേവിഡ്. എനിക്ക് ബർത്തിമായുടെ ഒരു ചോദ്യം, ദാവീദ് പുത്രൻ, ഇവൻ ദാവീദിന്റെ പുത്രനാണെന്ന് നിനക്ക് ആര് പറഞ്ഞു തന്നു? ദാവീദ് ഇസ്രായേലിന്റെ രാജാവല്ലേ? ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ഒരുവൻ വരുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം കിടപ്പില്ലേ? ആ ദാവീദിന്റെ സന്തതിയിൽ നിന്നും രാജാക്കന്മാരുടെ രാജാവ് പുറത്തു വരുമെന്ന് വചനത്തിനകത്ത് എഴുതി വെച്ചിട്ടില്ലേ? ബർത്തിമായേ, നീ ഇത് വായിച്ചിട്ടുണ്ടോ? നീ കേട്ടത് നസ്രായൻ ഇതുവഴി വരുമെന്നല്ലേ? ബർത്തിമായുടെ മറുപടി ഇതാണ്, സ്തോത്രം, എന്റെ പുറമെയുള്ള കണ്ണേ അടഞ്ഞിട്ടുള്ളൂ, എന്റെ അകത്തെ കണ്ണു തുറന്നതാ. പുറമെയുള്ള കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് ഒരുവൻ അകക്കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അന്ന് ആ തെരുവാർത്ത് പറഞ്ഞു, ഇവൻ രാജാക്കന്മാരുടെ രാജാവാ, ഇവൻ ദാവീദ് പുത്രനാ. ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുവോ? വചനത്തിന്റെ ദൂതിതാണ്. നസ്രേത്തിൽ നിന്ന് രാജാവ് പുറത്തു വരാൻ പോകുകയാ. നിന്റെ വീടിനകത്ത് നിന്ന് ഒരു നന്മയും പുറത്തു വരത്തില്ലെന്ന് സകലരും പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിന്റെ വീടിനകത്ത് നിന്ന് റോയൽ ജനറേഷനെ പുറത്തെടുക്കാൻ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു. രാജകീയ അഭിഷേകത്തോടെ പട്ടണങ്ങളെ വാഴാൻ, രാജ്യങ്ങളെ വാഴാൻ വാഴ്ചയുടെ നിയോഗമുള്ള തലമുറയെ രാജാവ് പുറത്തു വരും, രാജാവ് പുറത്തു വരും, രാജാവ് പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ രാജാവ് പുറത്തു വരും. മോനെ, ഒരു റോയൽ അനോയിന്റിംഗ് ദൈവാത്മാവ് നിന്റെ മീതെ കൈമാറുകയാ. നിന്റെ ക്വാളിഫിക്കേഷൻ അപ്പുറം, നിന്റെ അക്കാഡമിക് പ്രൊഫൈലിനപ്പുറം ദൈവത്തിന്റെ റോയൽ നിയോഗങ്ങൾ നിനക്ക് വേണ്ടി രാജാക്കന്മാര് പുറത്തു വരും. എന്തോ ചർച്ചിനകത്ത് ഭയങ്കര കാര്യം നടക്കുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? Glory to Jesus. ഞാനിങ്ങനൊന്നും പ്രസംഗിക്കുന്ന ആളല്ല. നിങ്ങൾ യൂട്യൂബിനകത്ത് പേരടിച്ചു കൊടുത്താൽ അറിയാം, സമാധാനമായിട്ടൊന്നും പ്രസംഗിക്കുന്ന ആളാ. ഇതിനകത്ത് എന്തോ ഇതിന്റെ സ്പിരിച്വൽ ടെമ്പറേച്ചർ കേരളത്തിൽ മലയാള സഭയ്ക്കില്ലാത്ത ഒരു സ്പിരിച്വൽ ടെമ്പറേച്ചർ എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നു. വചനം പറയുന്നത് ഓരോന്നും പുസ്തകം വിട്ട് പുറത്തു വരുന്നത് പോലെ, ലിപി വിട്ടത് പുറത്തു വരുന്നത് പോലെ, ഒരു നന്മയും പുറത്തു വരാൻ സാധ്യതയില്ലാത്ത നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ അതിരിനകത്ത് രാജകീയ അഭിഷേകത്തോടെ ഈ സീസണിൽ ദൈവസഭയെ ഒരു രാജകീയ തലത്തിലേക്ക് നയിക്കേണ്ടതിനായി സഭയുടെ ലീഡർഷിപ്പിന്റെ മീതെ നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുവോ? നസ്രേത്തിൽ നിന്ന് രാജാവ് വരും. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ,
ആത്മാവ് എന്നോട് പറഞ്ഞു, എനിക്കൊരു യേഹൂവിനെ അഭിഷേകം ചെയ്യണം. എനിക്കൊരു യേഹൂവിനെ അഭിഷേകം ചെയ്യണം. നാബോത്തിന്റെ രക്തത്തിന് പകരം ചോദിക്കാൻ, നാബോത്തിന്റെ രക്തത്തിന് പകരം ചോദിക്കാൻ ഒരതിരിനപ്പുറം മാറി നിന്നുകൊണ്ട് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ വെല്ലുവിളിച്ച ഇസബേലിനോട്, ആഹാബിനോടും അവന്റെ സാമ്രാജ്യത്തോടും പകരം ചോദിക്കാൻ എനിക്കൊരു യേഹൂവിനെ. വിശ്വസിക്കുന്നവർ ആ ദൂതിന്റെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അതെനിക്കുള്ളതാണെന്ന് ബോധ്യമുള്ളവർ ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. ഈ ദൂത് ഇവിടെ കംപ്ലീറ്റ് ആകുന്നില്ല. പക്ഷെ ഒന്നുറപ്പാ, ഈ വചനം നിങ്ങളുടെ കൂടെ ചലിക്കും. നിങ്ങളുടെ അസ്ഥിയിലല്ല, നിങ്ങളുടെ DNA-ക്കകത്തേക്ക് ഇത് കയറും. സ്പിരിച്വൽ DNA കർത്താവ് തിരിക്കാൻ പോവാ. താങ്ക് യു ജീസസ്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിയുന്നു. നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകുക. നിങ്ങളുടെ ഇരിപ്പിടം വിട്ട് എഴുന്നേക്കാൻ ആരോഗ്യം അനുവദിക്കുന്നവർ, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ സ്വസ്ഥാനത്ത് ദയവ് ചെയ്ത് എഴുന്നേറ്റിരുന്നാട്ടെ. ആരോഗ്യ പ്രശ്നമുള്ളവർക്കും പ്രായമുള്ളവർക്കും ഇരിക്കാം. അല്ലാത്തവർ സ്വസ്ഥാനത്ത് എഴുന്നേറ്റാട്ടെ. ലാബ്രക്കസ് മാറ്റഫസ് ബിയർഥരേനിയ.